ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കണം. ഇത് സഭയുടെ ജനറൽ കൺവെൻഷനാണ്, അതുകൊണ്ട് കൂടുതലും സഭാമക്കളായി കൂടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും വചനത്തിൽ തിട്ടമുള്ളവരും ദൈവവചനം ശുശ്രൂഷിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിച്ചവരുമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ നിലകളിലൊക്കെയാണ് ഞാനും ദൈവവചനത്തിൽ സംസാരിക്കുന്നത്. സാധാരണ സുവിശേഷ യോഗത്തിന് മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. എന്നാൽ നമ്മുടെ യോഗത്തിന് ഇപ്പോൾ കൂടുതലും നമ്മുടെ ആൾക്കാർ തന്നെ വരുന്നതും ദൈവത്തിന് മഹത്വം. അപ്പോൾ എല്ലാം കൂടെ കണക്കിലെടുത്ത് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് കർത്താവിൻ്റെ ദാസി ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. ആയുധം ധരിച്ച വില്ലാളികളായ എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം പിന്തിരിഞ്ഞു അല്ലെങ്കിൽ പിന്മാറി. ഇന്ന് രാത്രി പിന്മാറിയവരെല്ലാം മടങ്ങി വരണം. ഏത് വിഷയത്തിൽ, ഏത് കാര്യത്തിൽ, ഏത് നിലയിൽ, എങ്ങനെ പിന്മാറി, അവരെ പിന്മാറി നശിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് രാത്രി അവരെല്ലാവരും മടങ്ങി വരണം. ഇവിടെ വായിച്ചു കേട്ടത് ഇവിടുത്തെ 78-ാം സങ്കീർത്തന 9-ാം വാക്യമാണ്. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഇന്ന് രാത്രി അതിന് ഈ ശുശ്രൂഷ ഉതകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. 78-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. സാധാരണ പറയാറുണ്ട് സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വിശേഷിച്ച് ഈ സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അതിൻ്റെ ഹെഡിങ്ങിലുണ്ട്. ആരാ? ആസാഫിന്റെ ഒരു സങ്കീർത്തനം. ആസാഫ് ആരാന്ന് ചോദിച്ചാൽ ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാണ് ആസാഫ്. ആസാഫിനെ പറ്റി പറയുന്നത് അദ്ദേഹം സംഗീതത്തിൽ നൈപുണ്യമുള്ളയാളും സംഗീതവാസനയുള്ളയാളും സംഗീതം ചമയ്ക്കുന്നയാളും അത് നന്നായിട്ട് പാടി ഒപ്പിക്കുന്നയാളും കഴിവുള്ളയാളായിരുന്നെന്നാണ്. അപ്പോൾ ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫ്. അപ്പോൾ നല്ല കഴിവും പ്രാപ്തിയും മിടുക്കുമൊക്കെ ഉണ്ടെങ്കിലും ഈ ആദ്യത്തെ നിയമനത്തിൽ പുള്ളിയുടെ കഴിവനുസരിച്ചൊരു നിയമനം കൊടുത്തില്ലെന്ന. പുള്ളിക്ക് നല്ല കഴിവായിരുന്നു, പക്ഷേ അതിനനുസരിച്ചൊരു നിയമനം കൊടുത്തില്ല. പുള്ളിയെ ഒരു സംഗീതക്കാരനായിട്ട് അങ്ങ് നിയമിച്ചെന്ന ദിനവൃത്താന്ത പുസ്തകത്തിൽ 15 കിടപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ നിയമനത്തിൽ സാധാരണ ഒരു സംഗീതക്കാരനായിട്ട് നമ്മളായിരുന്ന ആ സംഗീത ചുറ്റും മുഴുവൻ ഉഴപ്പിക്കാനും ഇത്രയും കഴിവുള്ള എനിക്ക് അവസരം തരാതെ എട്ടും പൊട്ടും തിരിയാത്തവനെ കയറ്റി വെക്കുകയും ചെയ്തു. ഇത് ഞാൻ കലക്കി കാടിയാക്കി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ആസാഫിന് വേണ്ട വിധത്തിൽ ഒരു സ്ഥാനം കിട്ടിയില്ല. താൻ നിരാശപ്പെട്ടില്ല. അതിന്റെ കാരണം തനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ടൈം ആകുമ്പോൾ ദൈവം എന്നെ ആ സ്ഥാനത്താക്കും. ഞാൻ എപ്പോഴും പറയും, സൂത്രത്തിലും തന്ത്രത്തിലും നമ്മളൊന്നും നേടാൻ പോകരുത്. സ്തോത്രം. ഒരാളെ ചതിച്ച് വഞ്ചിച്ച് ഒറ്റിക്കൊടുത്ത് കുരുക്കൊപ്പിച്ച് കുരുക്കി ഒന്നും നേടാൻ പോകരുത്. നിലനിൽക്കുകയല്ല. സ്തോത്രം. നിങ്ങളെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിപ്പോൾ ഒപ്പിച്ചതാന്നാ തോന്നുന്നത്. അപ്പോൾ അത് അങ്ങ് തെളിവ് തന്നേക്കാം, അല്ലേ പിന്നെ അത് പോയി കഴിയുമ്പം കുരുക്കാകാൻ സാധ്യതയുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം എടുത്താട്ടെ. ആ 1-ാമത്തെ പുസ്തകത്തിന്റെ 15-ാം അധ്യായം അതിന്റെ 12 മുതൽ ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനത്തിൽ തലവന്മാരല്ലോ, നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ഇവരെ ശുദ്ധീകരിച്ച് പെട്ടകം കൊണ്ടുവരുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്ന കൂട്ടത്തിൽ പറയുകയാണ്. ഇനി അത് ലേവ്യരുടെ കാര്യം 15-ാം വാക്യം വായിച്ചാട്ടെ. 15. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശെ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ടു ചുമന്നു. പിന്നെ അടുത്ത വാക്യം. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. സംഗീതക്കാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അടുത്തത്
അങ്ങനെ ലേവ്യർ യോബേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാര്യരിൽ കൂശായാവിന്റെ മകനായ എൽഥാനെയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ എല്ലാം കൊണ്ട് നിയമിച്ചു. ആദ്യത്തെ നിയമനം ഈ ഹേമാനെയും ആസാഫിനെയും എല്ലാം ഒരു നിയമനം കൊടുത്തു. ആസാഫിന് കഴിവുള്ളയാളാ, നല്ല പ്രാവീണ്യമുള്ള ആളാ, പക്ഷെ അതിനനുസരിച്ചൊരു നിയമനം കൊടുത്തില്ല. ആസാഫ് ഒരു സൂത്രബുദ്ധി ഉപയോഗിച്ചില്ല. ആസാഫിനറിയാം സമയമാകുമ്പോൾ ദൈവം എന്നെ ഉയർത്തും. അങ്ങനെ അതിലെ പുസ്തകത്തിലെ വാക്യം തക്ക സമയത്ത് ഞാൻ ഇന്ന് പകലും സഭയിലെ പ്രസംഗിച്ചോ പറഞ്ഞു, ആരെയാ ദൈവം ഉയർത്തുന്നേ? കാശുള്ളവനെ അല്ല, പഠിപ്പുള്ളവനെ അല്ല. കാശും പഠിപ്പും തെറ്റാന്നല്ല, പഠിപ്പുള്ളവനെ അല്ല. സ്തോത്രം. രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ അല്ല, കായബലമുള്ളവരെ അല്ല. പുള്ളി ഗുണ്ടയായിരുന്നു, പഴയ ഗുണ്ട, മേത്താനത്തെ ഗുണ്ടയാ. ആയിക്കോട്ടെ, ആരെയാ ദൈവം ഉയർത്തുന്നത്? രണ്ട് വാക്യം വായിച്ചോ. ഇരിപ്പ് കണ്ടിട്ട് ഇതൊന്നും ഇല്ലെന്ന് തോന്നിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ദൈവദാസി. ലൂക്കോസ് 1:52. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി, പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ദൈവം ഉയർത്തും. എല്ലാവരെയും ഉയർത്തത്തില്ല, താണവരെ ദൈവം. ഈ താണവരെന്ന് ചിലർ ധരിക്കുന്നത് കാശില്ലാത്തവനും വീടില്ലാത്തവനും വസ്ത്രമില്ലാത്തവനും ഭക്ഷണമില്ലാത്തവൻ അതാണെന്ന്. അല്ലല്ല, അവനിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാ. ഇവന്റെ കാശ് കിട്ടിക്കഴിയുമ്പോൾ അവന്റെ തനിനിറം മിണ്ടുകയല്ല. നമ്മൾ ഓർക്കുന്ന അയ്യോ പാവോരമ്മാമ, അന്നും പാവമല്ല, കപ്പലേന്ന് ചാടി പ്ലെയിനെ കയറുന്ന തള്ളയാ. ഇതിപ്പോ ഇങ്ങനെ പരുവക്കേടായതുകൊണ്ട് അങ്ങ് ഇരിക്കുന്നതാ. തള്ളയുടെ ഇച്ചിരി കാശും ചുറ്റുപാടും വന്നാൽ തള്ള ഒരു മനുഷ്യനെ വെച്ചേക്കുകയല്ല. മിണ്ടുന്നില്ലല്ലോ. ഈ ഒരു പാവം സഹോദരന, അയ്യോ പാവമല്ല, ഇവൻ കാട്ടാനയ്ക്ക് ലാട പഠിച്ചവനാ. പിന്നെ ഇപ്പൊ പമ്മി ഇരിക്കുന്നത് ഇവൻ ഇച്ചിരി പരുവക്കേടായതുകൊണ്ടാണ്. ഇവന്റെ 10 പുത്തം കിട്ടേണ്ടത് അനുനിറം. എത്ര തെളിവുകള്. താണവരെന്ന് പറഞ്ഞാൽ കാശും പുത്തനും ഇല്ലാത്തവരല്ല. ആമൻ സ്വന്തം ജീവിതത്തിൽ താഴ്മയുള്ളവര്, അവരെയാ ദൈവം ഉയർത്തുന്നത്. സ്തോത്രം. അങ്ങനല്ലയോ ദൈവദാസി? ഒന്നുകൂടെ വായിച്ചേ. 52 ഒന്നുകൂടെ വായിച്ചോ. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി, അഹങ്കാരികളെയും പ്രഭുക്കന്മാരെയും തണ്ടുള്ളവരെയും തണ്ടുതപ്പികളെയും ഹുങ്കുള്ളവരെയും ഡംബത്തോടെ സംസാരിക്കുന്നവരെ ശാഠ്യത്തോടെ ഇടപെടുന്നവരെയൊക്കെ വലിച്ച് താഴോട്ടിടുവെന്ന് എത്ര കേസുകളുണ്ട്. എന്നാൽ താഴ്മയോടിരിക്കുന്നവനെ ദൈവം തമ്പുരാൻ ഉയർത്തും. സ്തോത്രം. ഇതിനോട് ചേർത്ത് ഇയ്യോബിന്റെ പുസ്തകം 5:11 ഒന്ന് വായിച്ചേ. ഇയ്യോബ് 5:11 ഇതിനോട് ചേർത്ത്. അവൻ താണവരെ ഉയർത്തുന്നു, അപ്പോൾ ആരെ ഉയർത്തും? താണവരെ ദൈവം ഉയർത്തും. എന്നെ കേൾക്കുന്ന ഈ അഭിഷിക്തന്മാരോടും ദൈവമക്കളോടും പറയാ, നീ താഴ്മയോടെ വിനയത്തോടെ അവൻ ജീവിച്ചാൽ തക്ക സമയം വരുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. ദൈവം ഉയർത്തിയാൽ ഒരുത്തനും തടയത്തില്ല. ദൈവം നിന്നെ മാനിച്ചാൽ ഒരുത്തനും എതിരായിട്ട് വരികയല്ല. തക്ക സമയം വരുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ചേർത്ത് 147-ാമത്തെ സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും. അവൻ ദുഷ്ടന്മാരെ താഴ്മയുള്ളവരെ ദൈവം ഉയർത്തും. ആഴ്ചയിൽ എനിക്കവൻ തണലേകി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി, താഴ്ചയിൽ എനിക്കവൻ തണലേകി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി, തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തക്ക സമയം വരുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും. അപ്പൊ ആ സമയം ഇറങ്ങിയാൽ താഴ്മയോടിരുന്നാൽ വിനയത്തോടിരുന്നാൽ ടൈം ആകുമ്പോൾ ദൈവം ഉയർത്തും.
അപ്പൊ ഒന്നാമത്തെ നിയമനത്തിൽ കഴിവിനും പ്രാർത്ഥിക്കും അതിനനുസരിച്ചൊരു നിയമനം കൊടുത്തില്ല. കൊടുക്കാഞ്ഞവന്റെ കൊങ്ങായിക്കും പിടിക്കാൻ പോയില്ല, അവനെതിരെ കേസും കൊടുക്കാൻ. ഇപ്പം മുഴുവൻ അങ്ങ് കേസാണല്ലോ അല്ലേ? നിന്ന് തിരിയാൻ മേല. നമ്മളൊരാളെ നോക്കി ഉടനെ കേസ് കൊടുക്കുക. ഞങ്ങളുടെ അവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, സ്തോത്രം, പേരും ഒന്നും പറയുന്നില്ല. പുള്ളിയുടെ വീട് ആറ്റുതിട്ട പല തറവാട്ടുകാരാ. ആരെങ്കിലും ആ കടവിൽ കുളിച്ച ഉടനെ മിണ്ടുകയല്ല. ഇതെന്ന് പോലീസ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കേസാ. പോലീസ് വന്ന്, എന്നാ സാറ് ഇന്നതുപോലെ ഇന്നവരുടെ കടവിൽ കുളിച്ചു? ഞാൻ ഇന്നലെ 4 മണി കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിച്ചു. കേസാ, മുഴുവൻ കേസാ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും. പിന്നെ സ്തോത്രം, അതിനെ പുറകോട്ട് നോക്കി ഒരു ഊറിയ ചിരി. കൊടുത്ത കക്ഷികൾ ആരാണ്ട് പുറകിൽ പോണ്ടെന്ന് വന്ന്. സ്തോത്രം. ആസാഫ് എതിർത്തില്ല, ഉടക്കിയില്ല, ഒന്നിനും പോയില്ല. ആസാഫ് ദൈവസന്നിധി താഴ്മയോടിരുന്നു. അത് ആസാഫിനറിയാം താഴ്മയുള്ളവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തക്ക സമയം വന്നപ്പോൾ 2-ാം നിയമനത്തിൽ ആസാഫിനെ തലവനാക്കി. വായിച്ചേ 16:4 ദിനവൃത്താന്തം 16-ാം അധ്യായം 1-ാം ഒന്നാം പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ, അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അടുത്തത് ആസാഫ് തലവൻ. കണ്ടോ? 15-ാം അധ്യായത്തിൽ വെറും ഒരു സാധാരണ പാട്ടുകാരനായിട്ട് നിയമിച്ചു. ആസാഫ് ഉടക്കിയില്ല, എതിർത്തില്ല, ഒരു അഭിപ്രായ വ്യത്യാസത്തിനും പോയില്ല, ഒതയ്ക്കാൻ പോകില്ല, ആൾക്കാരെ പിടിച്ച് ഗ്രൂപ്പിസം ഉണ്ടാക്കിയില്ല. ഇതിപ്പം പിടിച്ച് ഗ്രൂപ്പിസം ഉണ്ടാക്കുക. ജോർജ് കുട്ടി, എനിക്ക് ആ കഴിവ്, പക്ഷേ തങ്കച്ചനെ ആക്കിയത്, അതുകൊണ്ട് നമുക്ക് തങ്കച്ചനെ തറ പറ്റിക്കുകയും എങ്ങനെയെങ്കിലും എനിക്ക് ആ കസേര, ഞാൻ പറയുന്ന മനസ്സിലാകാടിയാന്നോ ഒത്തോണ്ട് തന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? എടാ, നീ ഗ്രൂപ്പിസത്തിനും പോകണ്ട, സ്തോത്രം, MLA-യുടെ പുറകെയും പോകണ്ട, MP-യുടെ പുറകെയും പോകണ്ട. അവരൊക്കെ അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്യട്ടെ. അവരോട് നമുക്കെതിരല്ല, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. നമ്മുടെ വിഷയം അതല്ല. ഒരു ദൈവ പൈതലിന് പ്രശ്നം വന്നാൽ ആമൻ സ്തോത്രം, ബഹുമാനപ്പെട്ട അദ്ദേഹം ആശംസ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തില്ല. നിനക്കൊരു പ്രശ്നം വന്ന വാർഡ് മെമ്പറിന്റെ പുറകെയും പോകണ്ട, പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പുറകെ പോകണ്ട, MLA-യുടെ പുറകെയും പോകണ്ട, MP-യുടെ പുറകെയും പോകണ്ട, മുഖ്യമന്ത്രിയുടെ പുറകെയും പോകണ്ട, ആമൻ പ്രധാനമന്ത്രിയുടെ പുറകെയും പോകണ്ട. ദൈവമക്കളുടെ ഇടത് മുഴങ്കാലിരിക്കണം. അവരോട് നമുക്ക് എതിരായിട്ടല്ല, അവരെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. അവരെ ജനപ്രതിനിധികളല്ലേ. പെന്തിക്കോസുകാരുടെ കാര്യം മാത്രമല്ലല്ലോ, എത്ര നാനാജാതി മനസ്സര, അവരുടെ എല്ലാ കാര്യം അവർ പരിഹരിക്കേണ്ടതാണ്. അവരാലാവും വിധം അവർക്ക് അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ പെന്തിക്കോസുകാരോട് പറയാ, നിനക്കൊരു പ്രശ്നം വന്നാൽ നീ ദൈവസന്നിധി മുഴങ്കാലം അടക്കണം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നെന്ന ആമൻ താഴ്മയോടിരുന്നാൽ, വിനയത്തോടിരുന്നാൽ, പ്രാർത്ഥിച്ചിരുന്നാൽ, ദൈവസന്നിധി തക്ക സമയം വരുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് പ്രസിഡന്റ് ആയില്ലേ, സെക്രട്ടറി ആയില്ലേ, ഉടനെ തന്നെ കുസ്തിയാ അല്ലേ? അങ്ങനല്ലേ? നിങ്ങൾ കേരളത്തിൽ തന്നെ ആണോ അതോ? ഞാൻ തമാശ അല്ലേ പറഞ്ഞേ. എന്നെ പ്രസിഡന്റ് ആക്കിയില്ല, എന്നാ ഇവൻ ഇനി അധിക നാള് വാഴുകയില്ല. എന്നെ ഓവർസിയർ ആക്കിയില്ല, ഇവന് ഞാൻ തറ പറ്റിക്കും. ഇതാണോ എന്റെ നടപടിക്രമം? അല്ലല്ലല്ലല്ല. ഈ മുഴങ്കാലിലിരിക്കണം. നിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ ടൈം ആകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ, നീതിയാണെങ്കിൽ, ന്യായമുണ്ടെങ്കിൽ ആമൻ സ്തോത്രം, ദൈവം നിന്റെ പക്ഷത്താ. ടൈം ആകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും, താണവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ അങ്ങ് നിൽക്കും.
അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത ഭാഗത്തോട്ട് വരാനൊക്കെ. അങ്ങനെ എഴുതിയ ആസാപ്പ്, ഇങ്ങനെ നിയമനം ലഭിച്ച ആസാപ്പിന്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത് 78. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ആസാപ്പ് പറയുക, ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയെന്ന. കർത്താവിന്റെ മഹത്വം. എന്താ ഇവര് പിന്തിരിയാൻ കാരണം? ആ പിന്തിരിവിനെ അങ്ങ് ഇവര് നശിക്കാനല്ല ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം ഇവരെ മടക്കി വരുത്തുക. എന്നോട് കർത്തദാസൻ പറഞ്ഞു, ഇഷ്ടം പോലെ പോട്ടെന്നാ പറഞ്ഞ്, നോക്കട്ടെ. അപ്പോൾ അതിന്റെ പരുവത്തിനെ നമുക്ക് ഇന്ന് രാത്രി നിർത്താം. അത് ചിന്തിക്കാവുന്നിടത്തോളം ചിന്തിക്കാം. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, എബ്രായീം ഗോത്രം ഈ സത്യവേദ പുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ ഗോത്രങ്ങളുടെ ആരംഭവും അതിന്റെ പ്രാരംഭ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോത്രപിതാവ് യാക്കോബും ഗോത്രപിതാക്കന്മാരാണ് രൂബേൻ മുതൽ ബെന്യാമീൻ വരെ 12 പേര്. എന്നാൽ എബ്രായ ലേഖനത്തിൽ അബ്രഹാമിനെ പറ്റി ഒരു പദമുണ്ട്, ഗോത്രപിതാവെന്ന്. അത് വേറൊരു വിഷയം തെളിയിക്കാൻ പൗലോസ് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഗോത്രപിതാവ് യാക്കോബും യാക്കോബിന്റെ മക്കളാണ് ഗോത്രപിതാക്കന്മാർ. നമുക്കറിയാം 12 പേരാണ് യാക്കോബിന് ജനിച്ച തലമുറകൾ, ഗോത്രപിതാക്കന്മാർ. രൂബേൻ മുതൽ ബെന്യാമീൻ വരെ 12 പേര്. എന്നാൽ ഇവിടെ വായിച്ചത്, ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, എബ്രായീം യാക്കോബിന്റെ പുത്രൻ അല്ല, പിന്നെയോ നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. സ്തോത്രം. എബ്രായീം യാക്കോബിന്റെ പുത്രനല്ല, പിന്നെയോ യോസേപ്പിന്റെ പുത്രനാ. അപ്പോൾ എബ്രായീം യാക്കോബിന്റെ പുത്രനല്ല, യോസേപ്പിന്റെ പുത്രൻ. യോസേപ്പിന് ഇത് എവിടെ വെച്ചാ ജനിച്ചത്? എവിടെ ചാമേ? എന്റെ ഭാഷ, ഞാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ മേത്താനത്തായിരുന്നു. എബ്രായീം യാക്കോബിന്റെ പുത്രനല്ല, മറിച്ച് യോസേപ്പിന്റെ പുത്രൻ. എവിടെ വെച്ച് ജനിച്ചു എന്ന് ചോദിച്ചാൽ, ഇത് മിസ്രയീമിൽ വെച്ച് ജനിച്ചതാ. എപ്പോൾ ജനിച്ചു? അത് ജനിച്ചത് എപ്പോഴാന്ന് ജാതകം എഴുതിയ പുള്ളിയോട്. എപ്പോൾ ജനിച്ചെന്ന് ചോദിച്ചാൽ ഒരു പുസ്തകത്തിൽ വാക്യമുണ്ട്, ക്ഷാമകാലം വരുന്നതിന് മുൻപ്. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 50-51 തിരുവെടുത്തുകൾ. ഉൽപ്പത്തി 41-ന്റെ 50-51 വലത്തുവശത്ത്. ക്ഷാമകാലം വരും മുൻപേ, ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേപ്പ് തന്റെ ആദ്യജാതന് മനേശെ എന്ന് പേരിട്ടു. അടുത്തത്, സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, യോസേപ്പിന് മിസ്രയീം ദേശത്ത് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് ജനിച്ച 2 പിള്ളേരാണ് മനേശയും എഫ്രയീമും. അപ്പൊ ക്ഷാമകാലം വരുന്നതിന് മുമ്പ്, അപ്പൊ അതേത് കാലമാ? എന്റെ ഭാഷ കലികാലവാ. പിന്നെ ഏത് കാലമാണ്? പണ്ട് കേശവശാസ്ത്രി ഒരു പാട്ടെഴുതി, കാലം കലികാലമായി കഴിഞ്ഞതാണെങ്കിലും ആയതിന്റെ കാലം കലികാലമായി കഴിഞ്ഞതാണെങ്കിലും ആയതിന്റെ കാലാനുകൂലമായ പ്രവർത്തികൾ നിശ്ചയ ചെയ്തിടുന്നു. നെല്ലു വിളഞ്ഞിടുന്നു, കൃഷി വളർ സന്തോഷമാർന്നിടുന്നു, പുല്ലു കരിഞ്ഞിടുന്നു, പ്രകൃതി തൻ പ്രാകൃതം എന്ന പോലെ. കാലം കലികാലമായി കഴിഞ്ഞതാണെങ്കിലും ആയതിന്റെ കാലാനുകൂലമായ പ്രവർത്തികൾ നിശ്ചയ ചെയ്തിടുന്നു. വല്യമ്മച്ചി പണ്ട് പഠിപ്പിച്ചതാ. അപ്പോൾ ഇത് കലികാലമല്ല, ക്ഷാമകാലം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ കാലം. അങ്ങനെയാണല്ലോ സ്വപ്നം പറവോം കണ്ടത്. ആ മനുഷ്യത്ത് മെലിഞ്ഞ പശുക്കളും പുഷ്ടിയുള്ള പശുക്കളും. പുഷ്ടിയുള്ള പശുക്കളെ മെലിഞ്ഞ പശുക്കൾ അങ്ങ് വിഴുങ്ങി കണ്ടങ്ങോട്ട് അറിയത്തുമില്ല. പുഷ്ടിയുള്ള 7 പശുവിനെ മെലിഞ്ഞ 7 പശു അങ്ങ് വിഴുങ്ങി. ഇതിനെ കണ്ടാലോട്ട് അറിയില്ല. ചില മെലിഞ്ഞ ആൾക്കാർ നന്നായിട്ട് കഴിക്കും, കണ്ടാൽ അറിയുകയില്ല. ഈർക്കലി പരുവാന്നൊരു 25 പൊറോട്ട വരെ അവൻ
പിന്നെ നമ്മളവർക്ക് ഒന്നും കഴിക്കാതെ കൊടുത്തു നോക്കണം. നമ്മളവർക്ക് മണ്ണമുള്ളവരാണ്. അവരും അത്ര പുറകോട്ടല്ല, അവരും നല്ല പോളിങ്ങാ. ഏതായാലും മെലിഞ്ഞ 7 പശു പുഷ്ടിയുള്ള 7 എണ്ണത്തിനെ വിഴുങ്ങി. ഇത് യോസേപ്പ് വ്യാഖ്യാനിച്ചു. സുഭിക്ഷതയുടെ 7 വർഷവും ദാരിദ്ര്യത്തിന്റെ 7 വർഷം. അപ്പോൾ സുഭിക്ഷതയുടെ വർഷത്തിൽ, ക്ഷാമകാലം വരുന്നതിന് മുമ്പ് സുഭിക്ഷതയുടെ വർഷത്തിൽ പാണ്ഡികശാല പണിത് ധാന്യമെല്ലാം കൂടെ സ്വരൂപിക്കണം. എന്താ? ഒരു ദാരിദ്ര്യ ദുഃഖം വരാൻ പോകുകയാ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇത് സുഭിക്ഷതയുടെ കാലമാണ്. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും കൈയടിക്കാനും സ്തോത്രം പറയാനും നൃത്തം ചെയ്യാനും ദൈവത്തെ ആരാധിക്കാൻ മേത്താനക്കാർക്ക് നല്ല അവസരം ദൈവം തരിക. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വെളിപ്പെടും. ഭീകരമായ അന്തരീക്ഷങ്ങൾ ഇനി വരും. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. ഉണ്ടല്ലോ, എല്ലാം ഒന്നും പറയുന്നില്ല. പള്ളി പൊളിക്കണമെന്ന് പറയുന്നു, പൊളിക്കുന്നെന്ന് പറയുന്നു, കയറിപ്പോൾ. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് ചുണയുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാ. ഇപ്പൊ തന്നെ പലയിടങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവ് വേറൊരു വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞു, ഇത് ഇറ്റുനോവിന്റെ ആരംഭം എന്ന് പറഞ്ഞതുപോലെ എന്നും അമ്മയ്ക്ക് ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ വെക്കാനൊന്നും ഓരോ കണ്ട ഒന്നായിക്ക് പിടിക്കുന്ന സമയം വരും തള്ളേ. അതുകൊണ്ട് ഇന്ന് രാത്രി കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. എല്ലാ ദിവസവും ഇങ്ങനെ മമ്മി വേറെത്തായിട്ട് വരാനൊന്നും തിരിക്കരുത്. വേറെ ആൾക്കാർ ചിലപ്പം പ്രശ്നം ഉണ്ടാക്കാൻ വരും. അങ്ങനെ വരാൻ സാധ്യതകളുണ്ട്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കണം. കൈയടിക്കാൻ ആക്കവും ആരോഗ്യമുള്ളപ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുള്ളപ്പോൾ ഉറക്കെ ഹല്ലേലൂയ പറയണം. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വേറെ പുസ്തകം വായിച്ച് ബലപ്പെട്ടോണം. വല്ലതും കൊടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ കൊടുത്തോണം. സ്തോത്രം. നടന്ന് യോഗത്തിന് വരാൻ ആക്കമുള്ളപ്പോൾ നടന്ന് യോഗത്തിന് വരണം. അവസരം നഷ്ടപ്പെടുത്തരുത്. ഇത് ദുഷ്കാലം. ആ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വെളിപ്പെടും. ശോധനകളും പ്രതികൂലങ്ങളും വർദ്ധിച്ചു വരുന്ന കാലം വെളിപ്പെടാൻ പോകുകയാണ്. സൂര്യനിരുളാകിടും, ഊരിൽ തരമൂടിടും. സൂര്യനിരുളാകിടും, ഊരിൽ തരമൂടിടും. പാരിൽ നിന്നൊരു രോദന സ്വര ആരവത്തോട് കേട്ടിടും. പാരിൽ നിന്നൊരു രോദന സ്വര ആരവത്തോട് കേട്ടിടും. ദൈവക്രോധത്തിൽ നീയും വെന്തരിച്ചു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. ദൈവക്രോധത്തിൽ നീയും വെന്തരിച്ചു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക. ഇന്നു തന്നെ രക്ഷ നേടുക. ശ്രദ്ധിക്കുക, നമ്മുടെ അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ ക്ഷേമകാലം വരുന്നതിന് മുമ്പ് സുഭിക്ഷതയുടെ വർഷം അധികം വിവരിക്കുന്നില്ല. ആ സുഭിക്ഷതയുടെ കാലത്തിലാണ് യോസേപ്പിന് 2 പിള്ളേര് മിസ്രൈമിൽ വെച്ച് ജനിച്ചു. മൂത്തത് മനേശെ, രണ്ടാമത്തവൻ എഫ്രയീം. അതാണ് ഉൽപ്പത്തി 41 50 51 വായിച്ചു കേട്ടല്ലോ. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫിന്റെ ആദ്യജാതന് മനേശ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. അതിന് ഒരു ചെറിയ വ്യാഖ്യാനം പറയാ. ഈ മനേഷി അങ്ങോട്ട് ജനിച്ചപ്പോൾ യോസേഫ് പറയുകയാ, എന്റെ കഷ്ടതയും സകല പിതൃഭവനും ദൈവം മറക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ മനേഷ ജനിച്ചപ്പോൾ പല വിഷയങ്ങളും യോസേഫ് അങ്ങ് മറന്നു. ഇത് ദൈവമക്കൾക്ക് ഒരു ഗുണപാഠമാണ്. മനുഷ്യ ജനിച്ചപ്പോൾ ഒത്തിരി കാര്യം മറന്നു. പിതൃഭവനം എന്ന് പറഞ്ഞാൽ ചേട്ടന്മാര് ചെയ്യുന്ന ആശക്കൊള്ളി എല്ലാം കൂടെ പുള്ളി അങ്ങ് മറന്നു. യുമാര് ചെയ്തത് മറക്കാൻ പറ്റുന്നതല്ല. അങ്ങേറ്റത്തെ പണിയാ യുമാര്, ഇല്ലേ? കണ്ടുന്നില്ലല്ലോ. ഈയോടി ദൂരെ വെച്ച് പറഞ്ഞാണ്ട് ഒപ്പനക്കാരൻ വരുന്നു. ഒന്നൊരുത്തം പറഞ്ഞ് നമുക്ക് തട്ടണം. അപ്പൊ തട്ടാൻ എന്നാ പോകുമ്പോഴേ അടുത്ത് വരട്ടെ, എന്നാലും തട്ടാന്ന് പറഞ്ഞു. അടുത്ത് വന്നപ്പോൾ ഒരുത്തൻ ചാടിപ്പിടിച്ച് ആദ്യം ഉടുതുണി ഞങ്ങൾ പറിച്ചെടുത്തു. ഒരുത്തൻ അത് പറിച്ച് കൈ വെച്ചു. മറ്റവൻ പറഞ്ഞ് തട്ടിയേക്കാൻ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞ് തട്ടണ്ട, പൊട്ടക്കണത്തിൽ തട്ടാൻ പറഞ്ഞു. തട്ടി പൊട്ടക്കണത്തിൽ കിട്ടും. എന്നിട്ട് യോസേപ്പ് കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം കൂടെ യോമാര് കരയ്ക്കിരുന്ന്
കഴിക്കുക. പാട്ട് പരിസാൻ വർഷിപ്പ് ചെയ്താ കഴിക്കുന്നത്. ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ചേർന്ന് പാടിയാട്ടെ കൊണ്ടുവന്ന കുഴി കിടക്കുക. അങ്ങനെ വലിയ വലിയ സൂത്രക്കാരാ. ഭക്ഷണം കൊണ്ടൊന്നും പെടുകുടിക്കകത്ത് കിടക്കുക. അവനെ തട്ടിയിട്ട ജവന്മാര് കരക്കിരുന്ന് ചേർന്ന് പാടാം. കരങ്ങൾ വീശി വീശി ഒരിക്കൽ കൂടെ പോരാ, ശക്തിയോടെ തട്ടിയിട്ടേച്ചാ. ജീവനുള്ള സർവ്വത്തിനും ഇതൊക്കെ മറക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക. ഒരുത്തൻ തലപൊക്കിയപ്പം ഇസ്മയിലെ കച്ചവടക്കാർ വരുന്നു. സന്നിനായകം, ബോഡനണ്ടി, ബദാം പരിപ്പ്, സാമ്പ്രാണി, നറമ്പശ, കൽവാനപ്പശ, ഗുൽഗുലു, അതെല്ലാം വിൽക്കുന്ന കച്ചവടക്കാരെ കണ്ട. ഒരുത്തൻ പറഞ്ഞ് കയറ്റി വിറ്റേക്കാന്ന് പറഞ്ഞു. കയറ്റി. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു വില കിട്ടുമോ എന്ന് ചോദിച്ചു. ഉള്ളതാട്ടടാ, നമുക്ക് മുടക്കൊന്നുമില്ലല്ലോ. 5 പൈസയാന്നേ 5, 10 ആന്നേ. പണ്ട് അവിടെ കരുവാറ്റി ഒരുത്തൻ പള്ളി വിറ്റ് കാപ്പി കുടിച്ചു. പള്ളി വിറ്റ് കാപ്പി, പോണ്ടായും കട്ടൻ കാപ്പി, അതിനെ ഉള്ളായിരുന്നു പള്ളിയും. കിട്ടുന്ന നാട്ടെന്ന് വലിച്ചു പിടിച്ച് കരക്ക് കയറ്റി ഇവന്മാര് യോസേപ്പിനെ വിറ്റ് 10-20 വെള്ളിക്കാശ് ഉള്ളതാട്ട കടല കുറയ്ക്കാമല്ലോ. അങ്ങനെ ഇവന്മാര് ശോഭകേടെല്ലാം ചെയ്ത് ഉടുതുണിയും പറിച്ചെടുത്ത് എന്തെല്ലാം ഉപദ്രവങ്ങളുമാര് ചെയ്തതാണ്. സ്തോത്രം. യോസേപ്പിനെ പകച്ചു, അധികം പകച്ചു. അവനോട് സമാധാനമായിട്ട് സംസാരിപ്പാൻ അവർക്ക് ഇങ്ങനെയൊക്കെയാ പുസ്തകത്തിൽ വാക്യം. ഇതൊക്കെ മറക്കാൻ പറ്റുന്നതാണോ? എന്തെല്ലാം നാശകുമാർ ഒപ്പിച്ചതാണ്. ആക്ഷേപിച്ചു, അപമാനം പറഞ്ഞു, കുരുക്കൊപ്പിച്ചു. സ്തോത്രം. കിണറ്റിൽ തട്ടിയിട്ടു. അതിൻ്റെ ഫോട്ടോ എടുത്ത് എല്ലായിടത്തും അയച്ചു. ഒരുത്തം പറഞ്ഞ് ഇനിയും കയറി വരുമെന്ന്. ഇനിയിപ്പം എഴുമറ്റൂരും മേത്താനത്തും വരുമെന്ന്. ഇപ്പം 3 ആയി. മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ മനസ്സിലായാൽ മതി. തട്ടി. സ്തോത്രം. യോസേപ്പിനൊന്നറിയാം, ടൈം ആകുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം ഉപദ്രവങ്ങളാ. ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയാ പറഞ്ഞത്. നമുക്ക് 10-11 അത് ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൂടും. എവിടെയെങ്കിലും ഒന്നിച്ച് മിണ്ടുന്നില്ല. പിന്നെ ഇവരിടയ്ക്കിടയ്ക്ക് കൂടുകയും ചെയ്യും. ഫോൺ ചെയ്ത് പറയും, ബ്രദർ അങ്ങ് ഒതുക്കിയാൽ മതി, ഞങ്ങൾ പുറകിൽ കാണും. ബ്രദറിന് അറിയാമല്ലോ ഒതുക്കാൻ. ബ്രദറും കതറും എല്ലാം കൂടി ഇട്ട് ഒതുക്കി. എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തതാ യോസേപ്പിനെ. പക്ഷേ യോസേപ്പിന്റെ വിശേഷത, മനേഷി അങ്ങോട്ട് ജനിച്ചപ്പോൾ യോസേപ്പ് ഇതെല്ലാം മറന്നു. ഇതിനകത്തെ ആത്മീക പാഠം ദൈവവൈതലിനോട് പറയാം. നിനക്കെതിരെ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞവർ കാണും, പാര വെച്ചവർ കാണും, നിന്നെ ഒതുക്കുവാനും തകർക്കാനും മുടിക്കാനും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടൊക്കെ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞവർ കാണും. പക്ഷേ നീ ചെയ്യേണ്ട കാര്യം അതെല്ലാം അങ്ങ് മറക്കണം. നിനക്കൊരു ദോഷവും വരികയില്ല. അത് വെച്ച് പെരുമാറുകയും ചെയ്യരുത്. അത് വെച്ച് യാതൊരു പ്രവർത്തിക്കരുത്. നീ അത് മറന്നോ, അവൻ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ചെല്ലു പറയാനുണ്ട്, ഞാൻ ചത്താലും പിന്നെ തള്ളെ ചാകാനും ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ കിടക്കും. ചെല്ലു പറഞ്ഞ് കേട്ടില്ലേ? പക്ഷേ അതൊന്നും മറക്കരുത്. ഇപ്പൊ പ്രാർത്ഥനയായോണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ഇവളെന്നോട് ചെയ്ത് മരുമകളുടെ കാര്യമാണ്. ഇവളെന്നോട് ചെയ്തും പ്രവർത്തിച്ചല്ലേ എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല, ഞാൻ മറക്കുകയില്ല. ഞാൻ ചത്താലും അതായി 10-15 ദിവസം ഇങ്ങനെ, കാരണം ഓരോന്ന് വലിച്ചു കളയുക, ദുശ്ചിന്ത, പക എല്ലാം അകത്തിരിക്കുകയല്ലേ. ഓരോന്നോരോന്ന്. നിന്റെ ഹൃദയം ക്ലിയർ ആകണം. നീ ചിലതൊക്കെ അങ്ങ് മറക്ക. അത് വെച്ച് പെരുമാറുകയും വേണ്ട. വിധിക്കുന്നത് ദൈവമല്ലേ, പ്രവർത്തിക്കുന്നത് ദൈവമല്ലേ. പ്രൈസ് ദി ലോർഡ്. നീ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനേഷി അങ്ങോട്ട് ജനിച്ചപ്പോൾ യോസേപ്പ് ഇത് മുഴുവൻ മറന്നു. അങ്ങനല്ലേ ദൈവദാസി വായിച്ചേ? വായിച്ചേ. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേപ്പത്തിന്റെ ആദ്യജാതനെ മനേഷെ മറക്കുക. ചിലതൊക്കെ അങ്ങ് മറക്ക. നിങ്ങൾക്കെതിരെ ദോഷം നിരൂപിച്ചവരും ചിന്തിച്ചവരും പ്രവർത്തിച്ചവരും അങ്ങ് വിട്ടുകളാം, അങ്ങ് വിടേ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നായി പറയാനേ, അല്ല നിങ്ങളെ എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ഇളകിയതല്ല. സ്തോത്രം. സന്തോഷ് പാസ്റ്റർ പാടുന്നു, പാസ്റ്റർമാരിക്കുന്നു, ഇത്ര ആൾ വന്നപ്പോൾ ഞാൻ അങ്ങ് ഇളകിയൊന്നുമല്ല, അനുഭവത്തിൽ നിന്നായി പറഞ്ഞേ. ഈ ചിലതങ്ങ് മറക്ക്, വിട്ടുകളാ. നിനക്ക് ദോഷമൊന്നും വരികയില്ല.
നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. നീ അത് മറന്നാൽ ദൈവം നിന്നെ മറക്കത്തില്ല. നീ അവർ ചെയ്തതും പ്രവർത്തിച്ചതും ആ പാര വെച്ചതുമൊക്കെ നീ അങ്ങ് വിട്ടുകള, മറക്ക്. അങ്ങനെ മറന്നാൽ ദൈവം നിന്നെ മറക്കത്തില്ല. നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അപ്പൊ മനീഷെ മറക്കുക. രണ്ടാമത്തവനാണ് എഫ്രയീം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞു. സങ്കടദേശത്തിന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ട്. എഫ്രയീം എന്ന വാക്കിന്റെ ഒരർത്ഥം വർധനവെന്ന. എഫ്രയീം ജനിച്ച് അന്ന് മുതൽ വർധനം അങ്ങോട്ട് തുടങ്ങുക. ദൈവത്തിന്റെ മഹത്വം. ഇതിനകത്ത് ആത്മീയ പാഠം പറയാം. ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ച് സഭയിൽ വരുമ്പോൾ സഭാമക്കള് പഴയ പുരാണം ഒന്നും എടുത്തിട്ട് വിളമ്പരുത്. അതതിനകത്ത് ഒരു പാഠം. ഇപ്പൊ അങ്ങനെ പുതുതായിട്ട് അധികം ആൾക്കാർ വരുന്നില്ല, ഉള്ളത് പിരിഞ്ഞു പോവുക ചെയ്യുന്നത്. അഥവാ ഒരാൾ വരുമ്പം പഴയ വിശ്വാസികള് ആ പഴംപുരാണം ഒന്നും എടുത്ത് ഇടരുത്. ഒക്കെ അങ്ങ് മറക്കണം. അങ്ങനെ മറന്നാൽ സൂക്ഷ്മം ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ആത്മാക്കളെ ദൈവം തരും, കുടുംബങ്ങളെ ദൈവം തരും. ചില സഭകൾ ഇപ്പം പിന്നെ അധികം സഭകളിൽ സാക്ഷ്യമില്ല. ചിലക്ക് പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ ആ ചിലരുടെ സാക്ഷ്യത്തിന്റെ കെട്ട് പൊട്ടിക്കുന്നത്. നിന്ന് മെനക്കേട് ഒപ്പിക്കുക. ഞങ്ങളുടെ അവിടെ പിന്നെ ഒക്കെയല്ല, ഞാൻ എന്നാലും ഇരുത്തും. ഏത് പൊന്നുമോനാന്നേലും ഇരുത്തും. ആവശ്യമില്ലാത്തൊന്നും പറയാൻ സമ്മതിക്കുകയല്ല. ആവശ്യമില്ലാത്ത പറയുന്ന സ്ഥലവും സമയവും ആരാധനയല്ല. ആരാധനയെ പ്രാർത്ഥനാ വിഷയം പറയണം, വിടുതലിന്റെ സാക്ഷ്യം പറയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച രോഗിയായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി, അത് പറഞ്ഞു. ഞാൻ വളരെ കഷ്ടങ്ങളിൽ കൂടി പോയി, ദൈവസഭ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. അല്ല ചുമ്മാ നാളെ എഴുന്നേറ്റ് നിന്ന് വേലത്തായിട്ട് നിന്ന് കറങ്ങ, കുടച്ചക്കരം കറങ്ങ പോലെ ഹല്ലേലൂയ. വിടുതലിന്റെ സാക്ഷ്യം പറ. യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ സൗഖ്യമാക്കി, എന്റെ ദൈവം എനിക്ക് നീക്കുപോക്ക് നൽകി. വിടുതലിന്റെ പറ. അപ്പൊ നീ ചിലതൊക്കെ മറന്നാൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അപ്പൊ എഫ്രയീം എന്ന വാക്കിന്റെ അർത്ഥം വർധന വന്ന ദൈവത്തിന് മഹത്വം. ഓടിച്ച് മുമ്പോട്ട് പോകാം. നിങ്ങൾ ഈ വേദപുസ്തകം പഠിച്ചാൽ ഈ 12 ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളിൽ നമ്പർ 1 ഗോത്രമായിരുന്നു എഫ്രയീം. രൂബേൻ ആദ്യം ജനിച്ചതാ ശിമിയോൻ, രണ്ടാമത് ലേവി, മൂന്നാമത് യഹൂദ, നാലാമതേത് യാക്കോബിന് ലേയായി കൂടി ജനിച്ച കലാപുരി പോലെ 4 എണ്ണം. രൂബേന് ജ്യേഷ്ഠാവകാശം, ശിമിയോന് പ്രഭുസ്ഥാനം, യഹൂദയ്ക്ക് രാജത്വം, ലേവിക്ക് പൗരോഹിത്യം. ഇതൊക്കെ അതിന്റെ ഓർഡർ. ഇതെല്ലാം കലാപുരി പോലുള്ളതാണെങ്കിലും പക്ഷേ ഇവരെല്ലാം മികച്ചവൻ എഫ്രയീമായിരുന്നു. ഏറ്റവും ലാസ്റ്റാ ജനിക്കുന്നെങ്കിൽ ഇവനാ മികച്ച് വന്നത്. ഒരു വാക്യം തെളിവിന് വായിച്ചു. ഹോശയ്യ പ്രവചനം, ഉൽപ്പത്തി വായിച്ച് ഊപ്പാട് വന്നാൽ കാണുകയല്ല. ഹോശയ്യ പ്രവചനം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിച്ചേ. ഹോശയ്യ 13 അതിന്റെ ആദ്യത്തെ വാക്യം. എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു. കണ്ടോ, ഇവനായിരുന്നു നമ്പർ 1. ഇസ്രായേലിൽ മികച്ചവനാണ്. ഗോത്രങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ജാതികളുമുണ്ട്, പല ജാതികളുണ്ട്. കനാൻ നാട്ടിൽ തന്നെ കുടിയിരിപ്പുള്ള പ്രബല ജാതി 7. ഹിർവരി, അബൂസരി, അമോരി, ഹിത്യർ, അങ്ങനെ 7 കൂട്ടം ജാതി. പിന്നെ ഉപജാതി ഒരു 32, 42. പിന്നെ വേറെ ജാതികള്, സ്തോത്രം, ബഹുവിധ ജാതികളാണ്. ഈ ജാതികൾ ധാരാളം ഉണ്ടെങ്കിലും ജാതിയിൽ നമ്പർ 1 ഉണ്ടായിരുന്നു. ഗോത്രങ്ങളിൽ നമ്പർ 1 എഫ്രയീം, ജാതികളിൽ നമ്പർ 1 ആരാ? ജാതിയിലെ നമ്പർ 1 സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ചേ. സംഖ്യ 24:20. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്. അമാലേക്ക് ജാതികളിൽ മുമ്പൻ. അമാലേക്ക് ജാതികളിൽ മുമ്പൻ. അപ്പോൾ ഗോത്രങ്ങളിൽ മികച്ചവൻ എഫ്രയീമും, ജാതികളിൽ മുമ്പൻ അമാലേക്ക്. ഇത് നിങ്ങൾ രണ്ടും കൂടെ അടിയുണ്ടാക്കിയത്. നിങ്ങളെ ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് പഠിച്ച യുവന്മാർ രണ്ടും കൂടെ ഈ സഭയ്ക്കകത്ത് കിടന്ന് ഈ ചില സഭയെ 2 വ്യക്തികളുടെ പോരാ, സഭക്കാർ കിടന്ന് കുഴയ. യുവന്മാര് തമ്മിലുള്ള ഗുസ്തിയാ. അല്ലെ 2 കുടുംബക്കാര് അവരുടെ ഗുസ്തിയായി കിടന്ന് കുഴയെന്നേ. അല്ലെ 2 വ്യക്തികൾ എത്ര എണ്ണമാ കിടന്ന്. ഒരു തള്ള കാരണം 7 ദിവസം വഴി മുടങ്ങി, അല്ലേ?
പുറത്തിറങ്ങാൻ പോലും ഒരു തള്ളയുടെ സൂക്കാട് സംഖ്യ 12 അപ്പോൾ ഒരു വ്യക്തി നിമിത്തമായി കടന്ന് കുഴയുന്നത്. അത് ഈ ജാതികളിൽ മുമ്പൻ അമാലേക്കും ഗോത്രങ്ങളിൽ മികച്ചവൻ എബ്രയീം. അപ്പോൾ എബ്രയീം, നമ്മുടെ വിഷയം അങ്ങോട്ട് വരാം. അപ്പോൾ എബ്രയീം യോസേപ്പിന് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2ാമത്തെ പുത്രനാണ് എബ്രയീം. ഇനി എബ്രയീമിനെ പറ്റി ഈ വേദ പണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്, എബ്രയീം അജി എന്നെ ചിരിക്കുന്നത് എന്തോ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരോട്, ചെറിയ ചിരി ഞാൻ കണ്ടു. സ്തോത്രം. എനിക്ക് ദോഷമൊന്നും അല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, എബ്രയീം ഗോത്രങ്ങളിൽ മികച്ചവൻ, ജാതികളിൽ മികച്ചവൻ അമാലേക്ക്. ഇവർ രണ്ടും കൂടെയുള്ള ഗുസ്തിയ. അപ്പോൾ എബ്രയീമിനെ പറ്റി പഠിക്കുമ്പോൾ ഈ വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യവൻ മുടന്തനായിരുന്നെന്ന. എബ്രയീമിന്റെ അമ്മ ആരാന്ന് നമുക്കറിയാം. ആരാ? ആസനത്ത്. മിസ്രയീമിലെ ഓനിലെ പുരോഹിതൻ പോത്തിഫേറയുടെ പുത്രി ആസനത്ത് എന്ന് പറയുന്ന സ്ത്രീയാണ് എബ്രയീമിന്റെ അമ്മ, അല്ലെങ്കിൽ യോസേപ്പിന്റെ ഭാര്യ, പുറജാതി സ്ത്രീയാണ്. അവൾ ആ സ്ത്രീയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എബ്രയീം മുടന്തനായിരുന്നെന്ന. 2 വാക്യത്തിലാണ് സാധാരണ മുടന്തനാണെന്ന് ചിലർ തെളിയിക്കുന്നത്. ആ 2 വാക്യം ദൈവനാസി ഒന്ന് വായിച്ചേ. 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഹോശയ 13-ന്റെ 13-ഉം 11-ന്റെ 2-ഉം 2 വാക്യം വായിക്കണം. 13. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും. പിന്നെ അവൻ ബുദ്ധിയില്ലാത്ത മകൻ. പിന്നെ സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. ഇതിനെ പറ്റി പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ മുടന്തി കിടന്നത് കൊണ്ട് പ്രസവ സമയത്ത് ടൈമിൽ കുട്ടി അമ്മയുടെ ഗർഭദ്വാരത്തിൽ എത്തിയില്ലെന്നാണ്. മുടന്തുള്ളത് കൊണ്ടാണ്. അതൊന്നുകൂടെ തെളിയിക്കുന്നത് 11-ന്റെ 2 വായിക്കുമ്പോൾ തെളിയും. വായിച്ചേ 11-ന്റെ 2. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി ബാൽബിംബങ്ങൾക്ക് അവര് ബലി കഴിച്ചു. അശേര വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. അടുത്തത് ഞാൻ എഫ്രയീമിനെ നടക്കാൻ ശീലിപ്പിച്ചെന്ന. അപ്പൊ മുടന്തുണ്ടായിരുന്ന. അപ്പൊ ടൈമായപ്പോൾ അമ്മയുടെ ഗർഭദ്വാരത്തെങ്കിൽ എത്തിയില്ല. അത് മുടന്തുള്ളത് കൊണ്ട് എത്തിയില്ല. അത് ഒന്നുകൂടെ തെളിയിക്കുക, ഞാൻ എഫ്രയീമിനെ നടക്കാൻ ശീലിപ്പിച്ചു, മുടന്തെന്ന. അപ്പോൾ ചരിത്രം ചിലർ പറയുന്നത് പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ സൂതി കർമ്മണികൾ പറഞ്ഞു, കുഞ്ഞിന് എന്തോ അപാകതയുണ്ട്, പരുവക്കേടാ, കുഞ്ഞിനെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, ഒന്നേ കുഞ്ഞ് ഇല്ലേ തള്ള. അപ്പോൾ യോസേപ്പ് പറഞ്ഞെന്നാ പറയുന്നത് എങ്ങനെയാലും അത് രക്ഷപ്പെടട്ടെ. അപ്പോൾ പിന്നെയും സൂതി കർമ്മണികൾ പറഞ്ഞെന്നാ പറയുന്നത് മുടന്തുണ്ടെന്നാ തോന്നുന്നത്, പരുവക്കേടാ. അപ്പോൾ യോസേപ്പ് പറഞ്ഞെന്നാ പറഞ്ഞത് മുടന്തുണ്ടേലും കുഴപ്പമില്ല, അതിനെ ഇനി കിട്ടിയാൽ മതി. ഈ പ്രാർത്ഥന സ്വർഗം കേട്ടു. അങ്ങനെ ആസനത്ത് ഈ കുട്ടിയെ പ്രസവിച്ചു. കുട്ടിയെ കിട്ടിയപ്പോൾ ബോധ്യപ്പെട്ടു ഇതിന് അപാകത കൊണ്ട് മുടന്തുണ്ട്. അപ്പോൾ വേദ പഠിതാക്കളിൽ ചില പറയുന്നത് ഈ മുടന്തുള്ള കൊച്ചിനെ പിന്നെ യോസേപ്പ് ഉയർത്തിയച്ച് പറഞ്ഞു, കർത്താവ് ഇതിന് മുടന്തുണ്ട്, അപാകതയുണ്ട്, പോരായ്മയുണ്ട്, പക്ഷെ നീ ഇതിനെ വർദ്ധിപ്പിക്കണം, ഇതിനെ നീ ഉയർത്തണം, ഇതിനെ വർദ്ധിപ്പിക്കണം. ഇന്ന് രാത്രി ഇതിനകത്തെ പാഠം, നമുക്ക് പ്രയാസമുള്ളതെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കണം. ഇന്ന് രാത്രി ഈ തലമുറയുടെ വിഷയത്തിൽ ഞരങ്ങുന്നവർ ഇതിനകത്ത് കാണും. നീ പതറരുത്, നിരാശപ്പെടരുത്, നിന്റെ തലമുറയെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കണം. ഇന്ന് രാത്രി മനോദുഃഖത്തോടെ, മനോവേദനയോടെ, മനോഭാരത്തോടെ വന്നവർ ഇതിനകത്ത് കാണും. ആരോടും പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത തിങ്ങുന്ന വിഷയങ്ങളുമായി ഞരക്കത്തോടിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ ഭാരങ്ങൾ, വിഷയങ്ങൾ ഏതുമാകട്ടെ, അത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഏകദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിവനായി, ചുട്ടുപടിപ്പിച്ച് വെള്ളോടിന് സദൃശമുള്ള പാനമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നില വിളക്കിയുടെ നടുവിൽ നെലിയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. സഹോദരി, സഹോദര, പിതാവേ, മാതാവേ, നീ ഭാരമേറിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ വിഷയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം അതിന് പരിഹാരം തരും. വിശ്വസിക്കുന്നവൻ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അല്പമാമുപകരണം കൊണ്ട് നൽപടുന്ന മകത്തായ വേലകൾ ചെയ്തും ശില്പികൾ ഉടയവനെ നീയരിൽ പുരുഷൻ ചിരന്തര നമസ്കാരം.
മഹിമയുണ്ടായിടട്ടെ നിനക്കു നാഥാ. ഓ മാനുവൽ മനുജസൂത അല്പമുപകരണം കൊണ്ടു നൽപഴുന്ന മകത്തായ വേലകൾ ചെയ്യും ശില്പികൾ കൂട്ടയവന് നീയതിൽ പുരുഷൻ ചിരന്തര നമസ്കാരം. മാനുവൽ മനുജസൂത. ഇന്ന് രാത്രി നമുക്ക് പ്രയാസമുള്ളതല്ല അവൻ സകലതും പരിഹരിക്കുന്ന ദൈവകരങ്ങളിൽ കൊടുക്കണം. അപ്പൊ ഈ കൊച്ചിന് മുടന്തുണ്ട്, അപാകതയുണ്ട്, പോരായ്മകളുണ്ട് എന്ന് മനസ്സിലായപ്പോൾ യോസേപ്പ് ഈ മുടന്തുള്ള കൊച്ചിനെ ഉയർത്തിയച്ച് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ മുടന്തുണ്ട്, അപാകതയുണ്ട്, നീ നിന്റെ കരങ്ങളിലോട്ട് അങ്ങ് തരിക. നമുക്ക് അസാധ്യമുള്ളതല്ല ഇന്ന് അങ്ങോട്ട് കൊടുക്ക്. സ്തോത്രം, അങ്ങോട്ട് കൊടുക്ക്. പരിഹരിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് കർത്താവിന്റെ വലിയൊരു ദാസൻ മൺമറഞ്ഞ കെ എബ്രഹാം അവർകൾ, ഉണ്ണുണ്ണി സാറ്, കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരു സാറപ്പച്ചൻ എന്നൊക്കെ വിളിക്കും. ആ ആദരണീയ കർത്തദാസൻ നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ആ മൺമറഞ്ഞ കർത്തദാസൻ ഒരിക്കല് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ സുഖമില്ലാതെ അത്യാസന്ന നിലയിൽ കിടക്കുക. ആദ്യമായിട്ട് ആ വീട്ടിൽ ചെന്നു. അവർ ഈ മാർഗത്തിലല്ല, ഉണ്ണുണ്ണി സാറിനെ പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. അവിടെ ചെന്ന് അദ്ദേഹത്തെ നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് രോഗാവസ്ഥ മൂർച്ഛിച്ച് കിടക്കുക. അപ്പോൾ സാറപ്പച്ചനെ അവിടെ അടുത്തൊരു സ്റ്റൂള് കിടന്നു. ആ സ്റ്റൂളെ നോക്കിയേച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചു, കീവറീച്ച, ഈ സ്റ്റൂള് ആര് പണിതതാന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഇവിടെ ഒരു ആശാരിയെ കൊണ്ട് പണിയിപ്പിച്ചതാണ്. അതെ, ഈ സ്റ്റൂളിന്റെ കാലളവോ ആ പലകയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ കീവറീച്ചൻ എന്നാ ചെയ്യും? പണിത ആശാരിയെ വിളിച്ച് നന്നാക്കും. എന്നാൽ കീവറീച്ചനെ പണിത ആശാരി മേളിലുണ്ട്, ഇപ്പം അങ്ങോട്ട് കൊടുക്കാൻ പോവുക. സ്തോത്രം. കീവറീച്ചനെ എന്നെയും പണിത നല്ല ആശാരി സ്വർഗത്തിലുണ്ട്, നല്ല തച്ചൻ സ്വർഗത്തിലുണ്ട്. പണിതവന്റെ കരങ്ങളിലോട്ട് ഇന്ന് രാത്രി കൊടുക്കാൻ പോവുക. അതിൻ്റെ ഏത് ഭാഗത്താ അപാകത, ഏത് ഭാഗത്താ പോരായ്മകളുണ്ടെങ്കിൽ അത് പണിത് പരിഹരിക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രയാസമുള്ളതെല്ലാം ദൈവകരങ്ങളിലോട്ട് കൊടുക്ക്. ദൈവം അതെല്ലാം നന്നായിട്ട് പരിഹരിക്കും. ദൈവത്തിന്റെ മഹത്വം. അവിടുന്ന് അസാധ്യമായിട്ടൊന്നുമില്ല. സാറ് കൊടുത്തൊരു പ്രയോഗമുണ്ട്, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശ്ശകമെന്തെന്നുള്ളൂ. അപ്പോൾ കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലേ, കരം കഴുതയുടെ താടിയല്ലേ, പച്ചത്താടിയല്ലേ. ഫെലിസ്ത്യരെല്ലാം കൂടെ വന്ന് വട്ടമിട്ടപ്പോൾ ശിംശോൻ വെട്ടിനകത്തായി. കയ്യിൽ ആയുധമൊന്നുമില്ല, ആയുധം എടുത്തു തരാനും അടുത്ത് ആരുമില്ല, ആകെ പരിവക്കേടായി. അപ്പോൾ ശിംശോൻ ഇങ്ങനെ വട്ടമിട്ട് നോക്കിയപ്പോൾ കയ്യിലൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പരതിയപ്പോൾ ഒരു കഴുതയുടെ പച്ചത്താടിയല്ലേ, ചേടി ഇരിഞ്ഞോട്ട് എടുത്തു. എൻ്റെ അഭിപ്രായം കൂടെ പറയാം, അഭിപ്രായമല്ല വചനത്തെ കൂട്ടുപിടിച്ച കഴുതയുടെ താടി എടുത്തപ്പോൾ ആ താടിയല്ലിലും അഭിഷേകം വ്യാപരിച്ചു. അങ്ങനുണ്ട്. കാരണം ശൗല് മരിച്ചപ്പം ദാവീദ് വിലാപകാവ്യം പാടിയപ്പോൾ അതിലൊരു പദമുണ്ട്, ശൗലിൻ്റെ തൈലാഭിഷേകം ഇല്ലാത്ത. ഒന്ന് വായിച്ച് ശമൂവേലിന്റെ 2-ാം പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകൻ യോനാഥാനെയും കുറിച്ച് ഈ വിലാപകാവ്യം ചൊല്ലി അവൻ യഹൂദ മക്കളെ ധനർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്തത്, ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുത്, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്, അഗ്രചരണങ്ങളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളുടെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് ദിനങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അടുത്ത പദം, ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. അപ്പോൾ അഭിഷിക്തനൊരു പരിച കെടുത്താൽ പരിചയിലും അഭിഷേകം വ്യാപരിക്കും. അഭിഷിക്തനൊരു ഉണക്കക്കമ്പെടുത്താൽ ഉണക്കക്കമ്പിലും ദൈവശക്തി വ്യാപരിക്കും.
അങ്ങനെയാന്നുള്ള യെശയ്യാ പ്രവാചനം 63:12 അവൻ ചെങ്കട തീരത്ത് മോശ വടി പിടിച്ചിങ്ങനെ നിൽക്കുക. വെളിപ്പാടില്ലാത്തവൻ, ദർശനമില്ലാത്തവൻ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ നോക്കുമ്പോൾ ഒരു കളവൻ ഉണക്കക്കമ്പം പിടിച്ച് നിൽക്കുന്നു. നമ്മളാണ് പറയാ കമ്പെടുത്തായിട്ട് തലക്കടിച്ച് കൊല്ലണം. ഇത്ര പ്രതിസന്ധി. വ്യാജ് വിഴുങ്ങാൻ നിൽക്കുന്നു, പുറകെ ചെകുത്താൻ വരുന്നു. ചെങ്കടൽ വിഴുങ്ങാൻ നിൽക്കുന്ന കമ്പുകളി നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തെല്ലാം അഭിപ്രായം അല്ലെ? ഉടനെ എടുത്താൽ പറയാം ഇയാൾക്ക് പണ്ട് കമ്പുകളിയായിരുന്നു കേട്ടോ, അതാ അയാൾ കമ്പ് കറക്ക്. ഉടനെ എടുത്തും പറയാം കമ്പെടുത്തായിട്ട് തല കടിച്ച്. നമ്മൾ പറയുന്ന അഭിപ്രായം ഒന്നും എല്ലാം ഒന്നും മൈക്കിൽ കൂടെയും പറയാൻ ഒക്കത്തില്ല. മോശ വടിയെടുത്തിങ്ങനെ നീട്ടി. പക്ഷേ യെശയ്യാ പ്രവചനം 63:12 വായിച്ച ദൈവദാസി, തന്റെ മഹത്വമുള്ള ഭുജം, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്ക് മീതെ നിന്നെന്ന്. എടാ, വെളിപ്പാടില്ലാത്തവൻ, ദർശനമില്ലാത്തവൻ നോക്കുമ്പോൾ കിളവൻ ഉണക്കക്കമ്പും പിടിച്ചു നിൽക്കുക. എന്നാൽ ആത്മക്കണ്ണ് തെളിഞ്ഞവൻ നോക്കുമ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. നീ ഒറ്റയ്ക്കായിരിക്കും കൈപൊക്കി പ്രാർത്ഥിക്കുന്നത്, നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 5 പേരെ കാണുമ്പോൾ കൈപൊക്കി പ്രാർത്ഥിക്കാൻ മതി. 5 പേരുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട്, പ്രാർത്ഥിക്കുന്നവരോട് പറയാ, നിനക്ക് മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജമുണ്ടെന്ന്. അപ്പൊ അഭിഷേകമുള്ളവന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ അഭിഷേകം വ്യാപരിക്കും. താടികൾ എടുത്തപ്പോഴേ അഭിഷേകം വ്യാപരിച്ച് എടുത്ത് ഞാൻ അടിച്ച് തകർത്ത് കുന്നൊന്ന്. പണ്ടൊരു ഉപദേശം പറഞ്ഞു, ഓരോ കുന്നേ കയറി അടിച്ചെന്ന്. കുന്നേ കയറി അടിച്ചതിൽ അടിച്ച് കൂനയാക്കിയതാ. 50 വെച്ചൊക്കെ. സ്തോത്രം. അതെ, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യർ. പിന്നെ ഇതിങ്ങനെ വരാൻ കാര്യം പുള്ളി നസീറല്ല. ഇവിടെ ഇപ്പൊ എല്ലാരും നസീർ കളിക്കുക. സ്തോത്രം പറഞ്ഞാലും നസീർ പറയാൻ പോലെ. നിങ്ങളാരും സിനിമ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ. നിങ്ങളെല്ലാം ആട്ടെ, നസീറിനെയും സത്യനെയും ഒന്നും എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ആട്ടെ, ഇത്രയും പരമവിശുദ്ധന്മാരെ കണ്ടതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടു. ശിംശോനെ നാസീറാ. എല്ലാരും ഒന്നും താടികൾ എടുത്താലൊന്നും നടക്കുകയല്ല. അഭിഷേകമുള്ളവൻ എടുക്കണം. അഭിഷേകമുള്ളത് ട്രമ്മും സൈട്രമ്മും വാദ്യോപകരണങ്ങള് ഇത് അതിന്റെ ഓളിയം കൂട്ടുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നതല്ല അഭിഷേകം. ആരാധനയുടെ 3 മണിക്കൂർ അല്ല അഭിഷേകം, ജീവിതം മുഴുവൻ അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. സഭായത്തിന് കമ്പത്തിൽ നിന്ന് കാളെ ഇറക്കുമ്പോൾ രാവിലെ 10 കയറ്റി 1:30 അടിച്ചിറക്കുമ്പോഴുള്ള അഭിഷേകമല്ല. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, മാങ്ങാനം വന്നു അഭിഷേകം പ്രാപിച്ചു, മാങ്ങാനം പോയി അഭിഷേകവും പോയെന്ന്. പഴയ ആൾക്കാർ പറയും മാങ്ങാനത്തിന്റെ അഭിഷേകമല്ല. മാങ്ങാനം ജോസഫ് ഉപദേശി ശക്തനായ പ്രവാചകനാ, ദൈവം ഉപയോഗിച്ച വ്യക്തിയാ. അദ്ദേഹത്തെ കണ്ടോണ്ടല്ല ഇളകേണ്ടത്, നീ ആത്മസ്നാനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശിംശോൻ എല്ലാവരെ പോലെ നാസീവ്രതസ്ഥനാ. എന്തുവാ നാസീർ? വായിച്ച് സംഖ്യ 6:1 മുതൽ. ഞാൻ വചനം പ്രകാശിക്കുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോവുക, അങ്ങോട്ട് കുഴപ്പമില്ലല്ലോ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീ ആകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടത് നിർബന്ധത്താലും സമ്മർദ്ദത്താലും പരപ്രേരണത്താലും അല്ല, തന്നെത്താൻ സമർപ്പിക്കേണ്ടതാണ്. ബ്രദർ അങ്ങനെ സുവിശേഷമിലൊക്കെ ഇറങ്ങിയത് അമ്മച്ചി എന്നെ നേർന്നതാ, തള്ളക്ക് വേറെ ജോലിയില്ലായിരുന്നു. പുതുപ്പള്ളിപ്പള്ളിക്ക് ഓടിയാൻ നേരുമ്പോൾ നിന്നെ നേരുന്നു. ഈ പുസ്തകം വായിക്കുകയല്ല, വേദപുസ്തകം വായിക്കുകയല്ല, ശ്രദ്ധിക്കത്തില്ല, പ്രാർത്ഥിക്കാനും അറിയാമല്ല, തുടങ്ങാൻ അറിയാമല്ല, നിർത്താൻ അമ്മ നേർന്നതാണ്. ഇവിടെ നിനക്ക് വിളിയുണ്ടോ? നീ സമർപ്പിച്ചോ? ഉന്തിത്തള്ളി മരത്തെ കയറ്റി അന്ന് നെഞ്ചൊരയും തളാപ്പിട്ട് തന്നെ കയറണം. അങ്ങനല്ലേ? എന്നെ നിങ്ങൾക്കെല്ലാം ഒരു സ്വോത്രകാഴ്ച എടുക്കാത്തതിനായിരിക്കും. എന്നാ ഇപ്പൊ എടുക്കാം എന്നാ ഇത് കഴിഞ്ഞ അതിന്റെ സങ്കടം പോട്ടെ. അജുമോനെ പാട്ട് പാടണേ, സ്വോത്രകാഴ്ച എടുക്കുന്ന ഇവരെല്ലാം സങ്കടപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിച്ചേ,
ഇത് നിർബന്ധത്താലല്ല. വാക്യം വായിച്ചങ്ങ് നിർത്താം, വായിച്ചോ. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് തന്നെത്താൻ സമർപ്പിക്കണം. ഇത് നിർബന്ധത്താലും സമ്മർദ്ദത്താലും പരപ്രേരണയാലും ഒന്നുമല്ല, തന്നെത്താൻ സമർപ്പിക്കണം. തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായ വ്രതം ദീക്ഷിക്കുമ്പോൾ വ്രതം ദീക്ഷിക്കുന്നവന്റെ ദീക്ഷയാവിത്. ദീക്ഷയല്ല, ദീക്ഷ. സഹോദരി ക്ലിയർ ആയിട്ടാ വായിച്ചത്. ഞാൻ ദീക്ഷ ഉള്ളവർക്ക് നീ തെറ്റ് എടാ ദീക്ഷ വെക്കണമെന്നാന്നല്ലോ, അതല്ല പറഞ്ഞത്. ദീക്ഷ വേറെ, ദീക്ഷിക്കുക എന്നുള്ളത് വ്രതം. വ്രതം ദീക്ഷിക്കുന്നവന്റെ ദീക്ഷയാവിത്. അടുത്തത് വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. പിന്നെ വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. ഒരു രസവും പാടില്ല. രസം കിട്ടുന്നതൊക്കെ മൊബൈലിലുണ്ട്, രസിക്കരുത്. സ്തോത്രം. പാതിരാത്രി ആയാലും ഇവൻ ഉറക്കമില്ല, അങ്ങ് രസമാ. ഹായ്, രാത്രി 2:30 അവിടുന്ന് ഉറങ്ങിയില്ലല്ലേ, രസം. ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു രസവും മുന്തിരിക്കട്ടെ, ഒരു രസവും കുടിക്കരുത്. ഒരു രസവും കുടിക്കരുത്. പിന്നെ മുന്തിരിങ്ങ പഴുത്തതാകട്ടെ, പഴുത്ത മുന്തിരിങ്ങ ആകട്ടെ, ഉണങ്ങിയതാകട്ടെ, ഉണക്ക മുന്തിരി ആകട്ടെ, തിന്നുകയും അരുത്. ഒന്നും തിന്നരുത്. പിന്നെ തന്റെ നാസീർ വ്രതകാലത്ത് ഒക്കെയും കുരു തൊട്ട് തൊലി വരെ കുരു തിന്നരുത്, തൊലി തിന്നരുത്, ഉണങ്ങിയത് തിന്നരുത്, പച്ച തിന്നരുത്. പിന്നെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കിയത് ഒന്നും അവൻ ഒന്നും. മത്തയപ്പത്തിന്റെ മേളിൽ പോലും 2 മുന്തിരിങ്ങ അങ്ങനല്ലേ? മട്ടയപ്പൊന്നും കണ്ടിട്ടില്ലേ? എൻ്റെ മാസ്റ്റർ, ഞാൻ മട്ടയപ്പം ഉണ്ടാക്കിയാൽ ശരിയാകുകയല്ല. മുന്തിരിങ്ങയുടെ ഒന്നും പാടില്ല. പിന്നെ നാസീർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടിയിക്കരുത്. പിന്നെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. പിന്നെ തലമുടി വളർത്തേണം. നാസി വ്രതസ്ഥന്റെ ഇപ്പൊ എനിക്ക് നമ്മുടെ പിള്ളേർക്കെല്ലാം നാസി വ്രതമാകുന്നു. ഇപ്പം പാട്ട് ഇവര് മാന്യമായിട്ടാ വസ്ത്രം എന്ന് വെച്ച് ദൈവദാസനും കർത്താവിന്റെ ദാസൻ അജി ഇവരെല്ലാം മാന്യമായിട്ടാ. ഇപ്പം മുടിയൊക്കെ വളർത്തി ഇവന് ഉണർവ് കയറുമ്പോ നാസി വ്രതമാണെന്നാ തോന്നുന്നു. ആത്മാവിലും കൊണ്ടുമ്പോ പിന്നെ അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. പിന്നെ അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി. ചുരുക്കി പറഞ്ഞാൽ വായിക്കുന്നുണ്ട്, സമയം പോകാം. കർത്താവിന്റെ ദാസി നന്നായിട്ട് വായിക്കുന്നുണ്ട്. അപ്പനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, ആര് മരിച്ചാലും അടുത്തിയൊന്ന് ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്. ഇവൻ യഹോവയ്ക്ക് നാസീവ്രതനാ. ഒരു ദൈവപൈതൽ ആമൻ സ്വന്തം വ്രതമുള്ളവരാ. അങ്ങനെ വ്രതസ്ഥരായ വിശുദ്ധരായ വ്രതം ദീക്ഷിക്കുന്ന ഒരു ദൈവപൈതൽ, ആത്മശക്തിയുള്ള ദൈവപൈതൽ ഒരു കഴുതയുടെ തേടികളെടുത്താൽ അതിനും അഭിഷേകം വ്യാപരിക്കും. അതുകൊണ്ട് അടിച്ചവൻ നിരപ്പാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പ്രയാസമുള്ളതെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്ക. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടികല്ലാൽ നാസറായ ഒരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തകിൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമ. നമ്മുടെ അപ്പുറത്തെ അല്ല, അവിടെ വിശേഷമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഉത്തമ, നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കുറവാണെങ്കിൽ നിരാശപ്പെടണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം നോക്കിയാൽ ബുദ്ധി തെളിയും. അങ്ങനെയാണല്ലോ തിരുവെടുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയുവാൻ കർത്താവ് ബുദ്ധിയെ തുറന്നു. നിന്റെ തലമുറയെ ദൈവം ഉയർത്തും. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഭാരത്തോടെ മനോദുഃഖത്തോടെ വന്നവര് നിങ്ങളുടെ വിഷയം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം അതിന് പരിഹാരം തരും.
കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് പ്രയാസമുള്ള കാര്യമെല്ലാം ദൈവകരങ്ങളിലോട്ട് കൊടുക്കുമ്പോൾ ദൈവം അത് പരിഹരിച്ച് നീ തരും. സ്തോത്രം. മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി. പക്ഷെ നീ എന്തോ അവളോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്തോ മോളെ പറഞ്ഞേ? പ്രസംഗം മോശമാണല്ലയോ? പിന്നെ ഇത്ര ഒന്നും അവള് നിന്റെ ചെവി പറഞ്ഞു ഒന്നും പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി, സ്വേഷയം കഴുതയെ കൊണ്ട് പറയിച്ചു. മോശ വിക്കനും തടിച്ച നാവുള്ളവനെന്നൊക്കെയാ, അത് ജന്മനാ വിക്കനല്ല. ചില പറയുന്ന കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിക്കുണ്ടായെന്നൊക്കെ പറയുന്നത് ഏതാണ്ട് അങ്ങനെ ആകാനാ സാധ്യത കൂടുതൽ. കാരണം അപ്പോസ്തലപ്രവൃത്തി 7:22 മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനോ അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി. അത് ചെറുപ്പത്തിൽ വാക്കിലും പ്രവൃത്തിയിലും. പിന്നെ വിക്കുണ്ടായത് കല്യാണം കഴിഞ്ഞ പിന്നെ ആന്നാ ചെല്ല് പറയുന്നത് ഏതാണ്ട് അതിനാ സാധ്യത. കാരണം ഇവിടുന്ന് ഒരുത്തനെ അടിച്ചു കൊന്നേച്ച് ഒറ്റ ഓട്ടം ഓടി ഉഷ പോലും ഒപ്പം എത്തുകയല്ല. ഒറ്റ ഓട്ടം ഓടി പുള്ളി മിദ്യാനിൽ ചെന്ന മൂച്ചിന് കല്യാണവും നടത്തി, സിപ്പോറയെ കെട്ടി. അവിടെ അളിയന്മാരുണ്ട്. ആരാ? റുഗുവേലിന് ആമ്പിള്ളേരുണ്ട്, സിപ്പോറയുടെ ആങ്ങളമാര്, മിദ്യാനിലെ പുരോഹിതനെ. അപ്പൊ ഈ പുള്ളി ഏത് കേസും എടുക്കുന്നയാളാ മോശ. കാരണം ഒരു മിസ്രയീമിനും എബ്രായനും കൂടെ അടിയുണ്ടാക്കിയപ്പോൾ പുള്ളി കയറി ഏറ്റു. പിറ്റേന്ന് 2 എബ്രായർ അടിയുണ്ടാക്കിയപ്പോൾ പുള്ളി കയറി. പുള്ളി ഏത് കേസും എടുക്കും. അപ്പം ബന്ധുക്ക വീട്ടിൽ ദത്ത അവിടെ ചെന്നപ്പോൾ ഏത് വിഷയം വന്നാലും പുള്ളി അച്ഛാ അങ്ങനല്ല. അന്നേരം അച്ചായനും അളിയന്മാരും പറഞ്ഞു. പിന്നെ എന്തേലും അളിയാന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ അങ്ങനെ വന്ന് വിൽക്കായെന്ന പറയുന്നത് ഏതാണ്ട് അതാകാൻ സാധ്യത. എത്രയാന്ന് പറഞ്ഞാലും ദത്ത് നിന്നാൽ അതിൻ്റെതായ ക്ഷീണം പിന്നെ ഉണ്ടോ അനുഭവിക്കുന്നവരോട് ചോദിച്ചു നോക്ക്. എൻ്റെ ഭാഷ വേറെ പോക്കടമില്ലാണ്ട് ഞാനങ്ങ് അങ്ങനെയൊക്കെ വിൽക്കായെന്ന എന്തോ ആയിക്കോട്ടെ. ആ മോശയുടെ നാവിനെ അവിടുന്ന് പ്രവർത്തിക്ഷമമാക്കി. മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി, സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദൈവം കഴുതയുടെ വാ തുറന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാ പറഞ്ഞ, എടേ നീ എന്നെ 3 പ്രാവശ്യം അടിക്കാൻ ഞാൻ നിന്നോട് എന്നാ ചെയ്തു? ഇക്കാലമല്ല എൻ്റെ പുറത്ത് കയറിയല്ലോ നീ ശുശ്രൂഷയ്ക്ക്. എന്നെ പുള്ളി പറയാ വാളുണ്ടായിരുന്നതന്നെ ഇപ്പൊ ഞാൻ തട്ടിയാൻ വന്നു. സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു, ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. ദാശർ എന്ന് പറഞ്ഞാൽ ദീവരര്, മുക്കുവരര്. അതാണ് ദാശർ. ഷായ, സായല്ല ഷാ. ദാശർ മുക്കുവർ, ദീവരര്. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. ഡോക്ടർ ലൂക്കോസ് ഉണ്ട്. അതിന് പിന്നത്തേതിൽ പൗലോസ് നല്ല ജ്ഞാനമുള്ളയാളാ. മറ്റുള്ളവർക്കുമൊക്കെ ജ്ഞാനമുണ്ട്. പക്ഷേ മുക്കുവനായിരുന്ന പീറ്ററിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണകത്ത് കയറി. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല. നിന്നുടെ കരം ചേർന്നാൽ ദൈവം നിന്നെ തൊട്ടാൽ ഒന്നും മോശമാകുകയല്ല. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. അവിടുത്തെ മഹത്വമുള്ള ഭുജത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് രാത്രി അവൻ ദൈവം ചിലതിനെ പണിതെടുക്കും. നിന്റെ തകർച്ചകളെ ദൈവം പണിതെടുക്കും. നിന്റെ പോരായ്മകളെ, ഇടിവുകളെ ദൈവം നികത്തി തരും. ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നസറായൻ ഇവിടെ നടകൊണ്ടോണ്ടിരിക്കുക. ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യും. അതെ, മുമ്പോട്ട് ഓടിച്ചു പോകാൻ വിഷയം തീരത്തില്ല എങ്കിലും നോക്കട്ടെ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഉയർത്തിയച്ച് പറഞ്ഞു വർദ്ധിപ്പിക്കാൻ ദൈവം ഈ പ്രാർത്ഥന അങ്ങ് കേട്ടു. ഇനി സ്പീഡപ്പിൽ പോകാം. വർഷങ്ങൾ കഴിഞ്ഞു. യോസേപ്പിന്റെ അപ്പനാകുന്ന യാക്കോബ് മരിക്കാറായി. 147 വയസ്സിലാ അപ്പച്ചൻ കടന്നു പോകുന്നത്. എത്രയാ? 147. അബ്രഹാം മരിച്ചത്
അബ്രഹാം എത്ര വയസ്സിലാ മരിച്ചേ? എൻ്റെ ഭാഷ എനിക്ക് അടക്കത്തിന് പോകാൻ. അബ്രഹാം എത്ര അബ്രഹാം എത്ര വയസ്സിലാ മരിച്ചതെന്ന്? നിങ്ങളിപ്പോ ചിന്തിക്കുക, ഈ നേരം പോയ നേരത്തെ ഇയാൾ ചത്ത കണക്ക് പറയാതെ രണ്ടുപേരുടെ ഒരു ധാരണ വന്നെന്ന് തോന്നുന്നു. അബ്രഹാം 175 വയസ്സില്, ഇസഹാക്ക് 180 വയസ്സില്, യാക്കോബ് 147 വയസ്സില്, യോസേഫ് 110 വയസ്സില്, യോശുവായി 110 വയസ്സില്, പടിനിമത്തിന്റെ മധ്യസ്ഥൻ മോശ 120. ഇങ്ങനെയൊക്കെയാ പിതാക്കന്മാരുടെ കണക്ക്. ദാവീദ് 70 പറയുന്നത്, അല്ലേ? ശരി, അതാ 40 ഭരിക്കുകയും ചെയ്ത് 30 രാജാവായി. 4 3 70 ഏറെയായാൽ 80 മാത്രം. 70 ഏറെയായാൽ 80 മാത്രം. നീളുവായുധതു നിനച്ചാൽ അമേൻ. നീളുവായുധതു നിനച്ചാൽ ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി. ശോകക്കൊടും വെയിലിൽ അയ്യോ വീഴുന്നു പാടി. ശോകക്കൊടും വെയിലിൽ അയ്യോ. ആ ദൈവ മക്കൾ നമുക്കു സ്വർഗം, ആ സ്വന്ത ദേശം. ദൈവ മക്കൾ നമുക്കു സ്വർഗം, കേവലം ഈ പാരിടമോ വെറും പരദേശം. കേവലം ഈ പാരിടമോ. അപ്പൊ ശ്രദ്ധിക്കുക, 147 വയസ്സിൽ യോസേഫിന്റെ പിതാവ്, ഗോത്ര പിതാവാകുന്ന യാക്കോബ് മരിക്കാൻ പോകുകയാണ്. ഈ മരിക്കുന്നതിന് മുമ്പ് യാക്കോബ് പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹ വചസ്സുകൾ പറഞ്ഞു. അതാണ് 49. വിസ്തരിക്കണ്ട, നിങ്ങൾക്ക് അറിയാമെങ്കിലും വായിച്ചോ. ദൈവരാശി വായിച്ചോട്ടെ. 49. അത് തന്നെ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരോട് വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവിൻ. ശ്രദ്ധിച്ചേ, ഈ കൂടി വരുവിൻ എന്ന് പിള്ളേരോട് പറയാൻ കാര്യം, യവന്മാരെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയല്ല. ഒരുത്തൻ ഇഞ്ചി വെച്ച ഒരുത്തൻ ഒന്നിച്ച് കൂടുകയല്ല. ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകാരെന്ന് എന്ത് നല്ലതാണ്, നടക്കുകയല്ല. സ്തോത്രം. ഇപ്പൊ തന്നെ പ്രശ്നങ്ങളാ. ക്രിസ്ത്യാനി എല്ലാം കൂടെ അങ്ങ് പോട്ടെ, നാമധേയം എല്ലാം അങ്ങ് പോട്ടെ, ഈ ബന്ധിക്കോസുകാരെല്ലാം കൂടെ മിണ്ടുന്നില്ല. നീ ബന്ധിക്കോസ് എല്ലാം പോട്ടെ. അതാ ശരി. ഏതാ പിന്നെ IPC-യിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ കൺവെൻഷൻ എന്ത് വിജയമായിരുന്നു. ചർച്ചോക്കോടിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നില്ലേ? ഏതാ? ബാക്കിക്കാരും മുളക്കുടക്കാരും കൂടാ. അതാ പറഞ്ഞേ, നടക്കുകയല്ല. ഒരിക്കലും കണ്ട് ഒന്നിച്ചു കൂടി അത് പണ്ട് ഞാനല്ല കോയിപ്പള്ളി അവതച്ചൻ പറഞ്ഞ പോലെ ഒരിക്കലും സാധ്യമല്ലെന്ന്. അല്ല, അസംബ്ലീസ് കോഡിൽ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ നമ്മുടേത് ഏതാ? ചർച്ചക്കോട്, ഇന്റർനാഷണൽ, അതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ അല്ല, സെന്ററിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ, ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ. ഒന്നില്ലേ സഭായോഗമെങ്കിലും നേരും ചൊവ്വിനും. ഒരുത്തൻ കൈ അടിക്കുമ്പോൾ ഒരുത്തൻ കൈ കെട്ടിയിരിക്കുക, ഒരുത്തൻ നോക്കുമ്പോൾ ഒരുത്തൻ മേളിലോട്ട് നോക്കിയിരിക്കുക, ഒരുത്തൻ തമ്പേറടിക്കുമ്പോൾ മറ്റവൻ സൈഡ് തെറ്റിച്ചു. ഉഴപ്പാനാ. ഇനി സഭ പോട്ടെ, ഒരു കുടുംബത്തുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാന്ന് ഒന്നില്ല. കുടുംബ പ്രാർത്ഥനയെങ്കിലും നേരും ചൊവ്വിനും. അപ്പനും അമ്മയും മക്കളും വല്യപ്പനും വല്യമ്മയും വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാം കൂടെ ഒന്നിച്ച് വട്ടമിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച എന്താ അന്തരീക്ഷം.
വെളുപ്പിന് അപ്പനും അമ്മയും കൂടെ ഇരുന്ന് പാട്ട് പാടുക, മനമേ പക്ഷി ഗണം കൊണ്ട. അപ്പം പറഞ്ഞേടി അവനെ സാങ്കുട്ടിയെ വിളിക്കും, സാങ്കുട്ടി വന്നാലേ നിങ്ങൾക്ക് പാട്ട് വരുവുള്ളൂ. അവനും കൂടെ അവൻ ജയിച്ചായിട്ട് കിടന്ന് നിങ്ങൾ അവന് നെറ്റി കയറണം, വേറെ പല സ്ഥലത്ത് അവന്. എടി നമ്മുടെ വീട്ടിൽ എല്ലാവരോടും ഇപ്പം നമുക്ക് ഈ കുടുംബത്തെങ്കിലും ഇരുന്ന് പാട്ട് പാടാം. അവൻ അറിഞ്ഞാൽ ഇനി ചിലപ്പം വെയിറ്റ് ഷെട്ടിൽ പോയിരുന്ന് പാട്ട് പാടണ്ടേ? അല്ല അങ്ങനെയൊക്കെ ആയിപ്പോളേ ചെല്ലി പറയാനുണ്ട്, ഇതേ പാട്ട് പാടുന്നുള്ള ഡിസ്റ്റർബ് ചെയ്യരുത്, അന്നമേന്നും പറഞ്ഞ് അവിടെ കിടന്ന് കീറരുതെന്ന്. അല്ല കുടുംബത്തുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്ന കുടുംബ പ്രാർത്ഥനയെങ്കിലും നടക്കുകയല്ലേ? ഇവരൊന്നിക്കുകയല്ല, ഒന്നിക്കത്തില്ല. അയ്യോ ഒന്നിക്കുകയെന്നുള്ള തെളിവല്ലേ ആണ്ട് പെങ്ങളൊരുത്തി കോളേജ് ഡേക്ക് അവളെ കുച്ചിപ്പിടിക്കൊന്നു പോയി. ആരാ? ദീനാമ്മ, ദീനാ ചരിതമെന്ന അവളെ കോളേജ് ഡേക്ക് പോയതാ. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നില്ല. പിന്നെ അങ്ങ് ഡേ നൈറ്റും എല്ലാം അവിടെ ആയിരുന്നു. അപ്പൊ അവര് തിരിച്ചിവിടെ വന്ന് ചോദിച്ചു പെങ്ങൾ എന്ത് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ അവസാനം ശേഖാമ്പൗരന്മാരുമായിട്ട് യാക്കോബ് ഒരു ഉടമ്പടി ചെയ്തു. അപ്പന്റെ ഉടമ്പടി ലംഘിച്ച് അപ്പന്റെ അനുമാനമില്ലാതാണ്ട് രൂബേനും ശിമയോനും വാളെടുത്ത് വെട്ടാൻ പോയി. ലേവിയും ശിമയോനും ആയുധമെടുത്ത് ശേഖാമ്പൗരന്മാരെ ചെന്ന് വെട്ടി. ഒന്നിക്കുകയല്ല. അന്നേരം താണ്ട 35 രൂപേന്റെ ചരിത്രം. അവൻ പോയി ക്രമക്കേട് കാണിച്ചു. അതിനെപ്പറ്റി ഒരു പദം ഇസ്രായേൽ അത് കേട്ടെന്നാ. അതങ്ങനെ ഒന്നിക്കുകയല്ല. അന്നേരം താണ്ട് യഹൂദ 38 വായിച്ചേ. 38:1 ഉൽപ്പത്തി. അറിവുള്ള വാക്യമെങ്കിലും ചടയെന്നൊന്ന് വായിച്ചോ. ഉൽപ്പത്തി 38:1. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് കണ്ടോ, വിട്ടു പോകുക. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് പുറപ്പെട്ട് ഹീരാമെന്ന് പേരുള്ള അതുല്യാമന്റെ അടുക്ക ചെന്ന് ശൂവ എന്ന് പേരുള്ളൊരുത്തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഏറെ ഒനാന ശേല, ഏറെ പ്രായമാകുമ്പോ തിമിനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി അവൻ തട്ടിപ്പോയപ്പോൾ അവന്റെ അനിയൻ ദേവധർമ്മത്തിൽ ഒനാൻ ഏറ്റെടുത്തു. അവനും തീർന്നു. പിന്നെ ശേലായ അവനാണ് പ്രായോ ആയില്ല. അപ്പം പറഞ്ഞ് നീ വീട്ടിൽ പോ, ഞാൻ അവനെ പ്രായമാകട്ടെ, അവന് ഇച്ചിരൂടൊന്ന് പൊടിമീശിയ ഇച്ചിരി കട്ടയാകട്ടെ. അവളും പോയി. ചുരുക്കി പറഞ്ഞ ഇതെല്ലാം കുഴപ്പടിയാ, ഒന്നിച്ച് നിൽക്കുകയല്ല, വിട്ടുപോയെന്ന. അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടു. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛത അന്വേഷിക്കുകയല്ലേ? ഇത് അപ്പന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാ ജാകാൻ നേരത്ത് പറഞ്ഞടാ, ജീവിച്ചപ്പോഴെല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിപ്പാ, ഞാൻ ജാകാൻ പോവാ, ജാകുമ്പോഴെല്ലാം നീ ഒന്ന് ചൂടാന്ന് പറഞ്ഞു. അതാണ് 49 കൊന്തിൽ അനന്തരം യാക്കോബത്തിന്റെ പുത്രന്മാരെ വിളിച്ചവരോട് ആജ്ഞാപിച്ച് പറയുക, കൂടി വരുവീൻ. ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചനം പറയാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിൽ ഗോത്രങ്ങളുടെ മേൽ, ഗോത്ര സമുച്ചയങ്ങളുടെ മേൽ, സന്തതിയുടെ മേൽ, സന്തതിയുടെ സന്താനങ്ങളുടെ മേൽ വരും കാലങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന് കാലേക്കൂട്ടി കണക്കിട്ട് കാര്യങ്ങൾ ദീർഘദർശനത്തോടെ കണക്കിട്ട് പറയാൻ പോകുക. കൂടി വരാൻ പറഞ്ഞു. അപ്പന്റെ കിടക്കയുടെ ചുറ്റ് അപ്പൻ കട്ടിലേക്ക് കിടക്കുക. വേറെ പുസ്തകത്തിൽ ആദ്യം കട്ടിലെന്നൊക്കെ പുള്ളിയോട് ബന്ധപ്പെട്ടാ പറയുന്നത്. പുള്ളി കട്ടിലെ വയ്യാതെ ഇങ്ങനെ കിടക്കുക. പിള്ളേരെല്ലാം കൂടെ അപ്പം ജാകാൻ പോവല്ലേ എന്നോടത്തെല്ലാം കൂടെ ഒന്നിച്ചൂടി. എനിക്ക് പിള്ളേരോട് ഇഷ്ടം ജാകാൻ നേരത്തെങ്കിലും ഒന്നിച്ച് കൂടിയല്ലോ. നമ്മുടെ ജാകാൻ നേരത്തെ ഒന്നുമില്ല. ഒന്ന് അമേരിക്ക, ഒന്ന് കാനഡയിൽ, ഒന്ന് ന്യൂസിലൻഡിൽ, ഒന്ന് അയർലൻഡിൽ അവിടെ കിടക്കുക. പിന്നെ ഭാഷ ഇതെല്ലാം താടി കൂട്ടി കെട്ടിയതും ഭാഷ വെമ്പള. പിന്നെ എത്ര എണ്ണത്തിനെ കൂട്ടിക്കെട്ടിയായിരിക്കുന്നത്. മോർച്ചറി കൊണ്ട് വെച്ചതും നമ്മൾ തന്നെ. എടുക്കാൻ പോകുമ്പോഴും പിന്നെ അവർ പിന്നെ സമയമാകുമ്പം പുട്ടിയൊക്കെ അടിച്ച് വീഡിയോയുടെ മുന്നിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് ആടോ നിങ്ങൾക്കൊന്നും മനസ്സിലാകാഴിയാണോ അതോ ആട്ടെ ദൈവത്തിൻ്റെ ഭാഗത്ത്
ഇത് മരിക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടെ വരിക. അങ്ങനെ അപ്പന്റെ കിടക്കേട് ചുറ്റും ഇങ്ങനെ വട്ടം കൂടി നിൽക്കുക. 12 എണ്ണം നല്ല കലാപുലി പോലെ 12. രൂബേനും ഷിമിയോനും ലേവിയും യഹൂദയും നഫ്താലിയും ആശേറും ശെബൂലൂനും ദാനും എന്ന് വേണ്ട ഒന്നൊക്കെ മെച്ചമാ. എല്ലാം ഇങ്ങനെ വട്ടം കൂടി നിൽക്കുക. അപ്പനിങ്ങനെ ജരാതരയൊക്കെ ബാധിച്ച് ശയ്യാവലംബനായ ശരീരമെല്ലാം ചുക്കുളിച്ചെറിഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മരണത്തെ മുഖാമുഖമായി കണ്ടിങ്ങനെ കിടക്കുക. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ അപ്പന്റെ ചുറ്റും വട്ടം കൂടി. അപ്പൊ എല്ലാവരുടെയും കണ്ണും മൂക്കും മുഞ്ഞിയെല്ലാം അപ്പന്റെ മോന്തയിലോട്ട് നോക്കുക. കാരണം മൂപ്പില എന്നതാ പറഞ്ഞൊപ്പിക്കുന്നെന്ന് കേൾക്കണം. പോകാൻ നേരത്ത് പറയുന്നത് അത് അച്ചട്ടായിരിക്കും. എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇങ്ങനെയാണെ പറയാൻ നല്ല മിടുക്കനുമാ, അല്ല ഒപ്പിച്ച് പറയാൻ പിന്നെ മിടുക്കനാ. അപ്പോഴെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. അവരെല്ലാം കൂടെ വന്നപ്പോൾ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ചിലതിന് കൊച്ചുമക്കളുമായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ യാക്കോബ് ഇലക്ഷന് നിന്നാൽ പഞ്ചായത്ത് പുള്ളി പ്രസിഡന്റ് ആകാൻ ഒരു തർക്കവും തരണമാണ് നിൽക്കുന്നത്. യോ പിന്നെ സ്തോത്രം. അന്നേരം എഴുമറ്റൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ വട്ടം കൂടി നിൽക്കുക. വട്ടം കൂടി അപ്പന്റെ മുഖത്തോട്ട് ഇങ്ങനെ ഇമ വെട്ടിക്കാതെ നോക്കി നിൽക്കുമ്പോൾ യാക്കോബ് ഓർഡറിൽ ദൂത് പറയുക. വായിച്ചേ. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പി, നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. പിന്നെ രൂബേനെ, നീ എന്റെ ആദ്യജാതൻ. ആദ്യത്തെ കൺമണിയാ രൂബേൻ. യാക്കോബിന്റെ ലേയാൽ കൂടി ജനിച്ച ആദ്യത്തെ പുത്രനാ രൂബേൻ. അവനെ ആദ്യം വിളിച്ചു. ഓർഡറില്ല, മൂപ്പനുസരിച്ച. എല്ലാം ഇങ്ങനെ എല്ലാം മൂത്തതാണല്ലോ. അപ്പോൾ ഇവനെല്ലാം ഇങ്ങനെ നിൽക്കുക. എല്ലാം മൂപ്പ. പിന്നെ മൂത്ത് കഴിഞ്ഞാൽ സ്വോത്രം പറയുകയല്ല, സ്വോത്രം പറയിപ്പിക്കും. സ്തുതിച്ചാട്ട് മൂപ്പ. ഒരിക്കൽ കൂടി എല്ലാം മൂപ്പായ പിന്നെ നമ്മൾ സ്തുതിക്കുകയല്ല, എല്ലാവരെയും കൊണ്ട് പിന്നെ സ്തുതിപ്പിക്കുക. എല്ലാം മൂത്തതാ. പണ്ടൊരു വീട്ടിൽ ചെന്ന ഒരാൾ ചോദിച്ചു, വീട്ടിൽ മൂത്തതാരാന്ന്? എല്ലാം മൂത്തതാ. അച്ഛാ ഈ വീട്ടിൽ മൂത്തതാണ്. വീട്ടുകാരൻ പറഞ്ഞു, മാച്ച മൂത്തത്, ചേച്ച കടിഞ്ഞൂല്, മുമ്പേ പറ്റത് ജോർജിനെയാണ്. ഇതിലെല്ലാം മൂത്ത് ഒരുത്തനുണ്ട്, പീഡിയ പോയിരിക്കുക വരുമെന്ന്. ആ വീട്ടിൽ മൂത്തതാരാ? മാച്ച മൂത്തത്, മാച്ചമ്മ. ചേച്ച കടിഞ്ഞൂല്. അമ്മയ്ക്ക് പിടികിട്ടിയില്ലേ അമ്മേ ഞാൻ പറഞ്ഞു? പറയാ മുമ്പേ പറ്റത് ജോർജിനെയാണ്. ഇവരെല്ലാം മൂത്ത് ഒരുത്തനുണ്ട്, അവൻ പീഡിയെ പോയിരിക്കുക. ഇച്ചിരി കഴിയുമ്പം ചുരുക്കി പറഞ്ഞ ആ വീട്ടിൽ മുഴുവനും എല്ലാം മൂത്തറ. എനിക്കും അങ്ങനെ അങ്ങ് തോന്നുക, എല്ലാം മൂത്തറ. ഈ വീട്ടിൽ ആദ്യത്തെ മൂത്ത രൂപേൻ. രൂപേനെ, നീ എന്റെ ആദ്യജാതൻ. എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നിനക്ക് ഗുണം വരികയല്ല. അവിടെ ശ്രേഷ്ഠനാകുകയല്ലെന്നാ, ഗുണമാകുകയല്ലെന്ന് പറഞ്ഞു. വിസ്തരിക്കണ്ട, നിങ്ങൾക്കറിയാം. 35 എടുക്കണം, അതിനിപ്പോ തുനിയൊന്നുമില്ല. വിഷയം അതല്ലല്ലോ. പിന്നെ അടുത്തത് വേറെ 2 എണ്ണത്തിനെ വിളിച്ച് 5. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഗസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുതേ. അങ്ങനെയൊക്കെ വിളിച്ച് പറയും. പോകരുതേ, അവരുടെ യോഗത്തിന് പോകരുതേ. അവരിങ്ങനെ യോഗങ്ങളെ ക്രമീകരിക്കും. വലിയ ഉണർവും ചാട്ടവും ബഹളമൊക്കെ നിങ്ങളെ ട്രാക്ട് തന്നും കൈയാട്ടിയും കൈകൊട്ടിയും വീടുകൾ സന്ദർശിച്ചുമൊക്കെ വിളിക്കും. എന്മനമേ സഭാമക്കളെ അവരുടെ യോഗത്തിന് പോകരുതേ. എന്തുകൊണ്ടെന്നാൽ പോയാ നിനക്ക് ഗുണം വന്നു പോകും. അത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. നീ കുടിച്ച് ഓടെ കിടക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കാരണം ഞങ്ങൾക്ക് നീ ഓടെ കിടക്കുമ്പോൾ പറയാ ഞങ്ങളുടെ ഇടവകയാണ്. കാരണം കയ്യാലുടെയും ഓടയുടെ ഇടയ്ക്ക. അതാണ് ഞങ്ങളുടെ. അവരുടെ യോഗത്തിന് പോകരുതേ. മുമ്പിലെ പോകാൻ നേരത്ത് ഒപ്പിച്ചു പോവുക. പിന്നെ അടുത്ത വായിക്കണ്ട. സ്തോത്രം.
ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകളുടെ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുതേ, പോകരുതേ. എന്ത് വായിക്കോട്ടെ? 10. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ. യഹൂദയെ 9 അല്ലേ? യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. പിന്നെ നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും. പിന്നെ യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. പിന്നെ അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങി കിടക്കുന്നു. പിന്നെ ആരവനെ എഴുന്നേൽപ്പിക്കും. പിന്നെ അവകാശമുള്ളവൻ വരുവോളം യഹൂദയിൽ നിന്ന് രാജതണ്ട് അവന്റെ കാലകട ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയല്ല. അത് രാജ്യത്തെ ഉറപ്പിക്കുക. എല്ലാം എടുക്കാൻ നേരമില്ല. അങ്ങനെ എടുത്ത് അങ്ങനെ പോകും. നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ താഴോട്ട് ഓരോരോ മക്കളെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറയുക. ആശാരോ, നിന്റെ ആകാരം പുഷ്ടിയുള്ളത്, നിന്നുള്ള കഴുത. രൂപേൻ അവൻ ശ്രേഷ്ഠനാകത്തില്ല. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി. യോസെഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. അവൻ സ്തോത്രം. പിന്നെ ഒരുത്തം പേടമാൻ പോലെ ലാവണ്യമാക്കി എന്ന് പറഞ്ഞാൽ ഓരോന്നിനെ വിളിച്ചുകൊണ്ട് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞു. ഈ സ്വന്തം മക്കളെ 49 ദൂത് പറഞ്ഞ് അനുഗ്രഹിക്കുക. എന്നാൽ അതിന് മുമ്പ് 48 കൊച്ചുമക്കളെ ഒന്ന് അനുഗ്രഹിച്ചു. അതാണ് എബ്രാഹിമിനെ അനുഗ്രഹിക്കുന്ന വിഷയം. യോസേഫ് ഈ മുടന്തുള്ള കൊച്ചിനെ ഉയർത്തി പറഞ്ഞല്ലോ ഇതിനെ വർദ്ധിപ്പിക്കാൻ. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. തന്റെ പിതാവ് മരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് 48. ഇനി 48-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം കൊണ്ട് വന്നു. ഉടനെ അവൻ മനശ്ശെ എബ്രാഹിം വന്നിട്ട് 2 മക്കളെ കൂട്ടി അപ്പനെ കാണാൻ ചെന്ന. അപ്പന് ദീനമാകുന്ന യോസേഫിന്റെ ക്വാർട്ടേഴ്സിൽ ഒഫീഷ്യൽ ഔദ്യോഗിക ചുമതല. എപ്പോഴും ഒന്നും വന്ന് കാണാനും എടുക്കാനും ഒന്നും ഒക്കുന്നില്ല. ഇവരാന്നേ ഗോശേൻ ദേശത്ത്, അപ്പനും സഹോദരന്മാരുമല്ല. ഗോശേൻ ദേശം. യോസേഫ് ക്വാർട്ടേഴ്സില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാൾ അറിവ് കൊടുത്തു, അപ്പച്ചന് ദീനം കൂടുതലാ, മരിക്കാറായെന്ന്. ഞാൻ നിങ്ങൾ വന്ന് പറയാം, കുഴപ്പമില്ല, സമയമായി കാണും, ഞാനിവിടെ നിന്ന് വചനം അയക്കുക എന്ന് പറയും. കാരണം വചനം അയച്ച് പ്രാർത്ഥിച്ച കാശ് മുടക്കൊന്നും 1 രൂപ പോലും മുടക്കില്ല. അപ്പച്ചനെ കാണാൻ ചെന്നാൽ ചിലപ്പം ഇച്ചിരി മുന്തിരിക്കായോ കഴിക്കുകയാണെങ്കിൽ ഓട്സോ, പിന്നെ ആപ്പിള് ഇഷ്ടമാണേ ആപ്പിളോ തത്തുല്യ, അതിന് ഇച്ചിരി പൈസയും ചിലവാകും. ബൈക്കോ കാറോ ആണെങ്കിൽ അതിനും ചിലവാണ്. പിന്നെ ഇന്നത്തെ രീതി അനുസരിച്ച് അപ്പച്ചനെ കണ്ടേച്ച് വെറും കൈയോടെ പോകാനൊക്കെ ഒന്നുമില്ല. അനിയൻ്റെ വീട്ടിലോ പെങ്ങളുടെ വീട്ടിലോ ആയിരിക്കാം. എന്നാൽ ഇന്നത്തെ രീതി അനുസരിച്ച് ഒരു 500 രൂപ കുറഞ്ഞത് വചനം വായിക്കാൻ 5 പൈസ മുടക്കുണ്ടോ? നമ്മുടെ അന്ന് ഇഷ്ടം പോലെ വാക്യമുണ്ട്. ഒത്തുവാക്യവും കുത്തുവാക്യവും NIV KJV ബ്രിട്ടേണിക്കായി വരെയാ അങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്. എടാ, അപ്പനും അമ്മയ്ക്കും മകയെന്ന് പറയുമ്പോൾ ചെല്ലണം, കാണണം, ശുശ്രൂഷിക്കണം. മാതാപിതാക്കൾക്ക് മക്കൾ തിരിച്ച് പ്രത്യുപകാരം ചെയ്യണം. അപ്പനെ അമ്മയെ അന്വേഷിക്കാൻ, അപ്പനെ അമ്മയോട് മിണ്ടാൻ, അപ്പനെ അമ്മയ്ക്കും ചെലവിന് കൊടുക്കാതെ, അപ്പനെ അമ്മയും ശുശ്രൂഷിക്കാതെ ചത്ത് കഴിയുമ്പോൾ നിന്റെ ഫോട്ടോയും കുന്തവും നിന്റെ വീഡിയോയും നിന്റെ നെഞ്ചത്ത് കൊണ്ട് 5 റീത്തും എന്നത്തിന് ആരുടെ? മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും പൂവിന്റെ ആവശ്യമില്ല, ഒരു പൂ കൊണ്ട് കൊടുത്താൽ പോരെ. ഇത് ചെന്ന് കഴിഞ്ഞാൽ തല എവിടാ കാലെവിടാന്ന് അറിയാൻ പറ്റില്ല, മുഴുവൻ റീത്താ. അയൽക്കൂട്ടത്തിന്റെ ഒരെണ്ണം. അന്നാ പെണ്ണുങ്ങൾ നേരത്തെ ഒന്ന് ഇച്ചിരി വെള്ളം അനത്തി കൊടുത്തിരുന്നല്ലോ. അന്നേരം ഒരേ കളറല്ലോ സാരി. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ? പിന്നെ ബന്ധുക്കാർ കൊണ്ടുവന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നു കോടി, എല്ലായിടത്തും അല്ല കോടി. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുത്താൽ പോരെ. തള്ള കോടിയാ ചത്തത്, പിന്നെയും കൊണ്ട് കോടിയാ. എടാ, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. ചത്ത് കഴിഞ്ഞേ ചെയ്തിട്ട് ഒരു ഗുണമില്ല. നാട്ടുകാരെ കാണിക്കാം, നിന്റെ പ്രൗഢിയൊക്കെ കാണിക്കാം. അപ്പച്ചൻ്റെ അമ്മയുടെയും ഫോട്ടോ ഉള്ള പോച്ചയിലും അതിലും ഇല്ല. ചാകാൻ നേരത്തത് ഫോട്ടോയും കൊണ്ടൊന്ന് എടുത്തു കൊടുക്കണം. വെള്ളം ഇറക്കാതെ കഞ്ഞി കുടിക്കാതെ ആരുമില്ലാതെ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളു. വരിക, തിരിച്ചു വരിക. ദൈവത്തിന് മഹത്വം.
നിന്റെ അപ്പൻ ധീരമായി കിടക്കുന്നുവെന്ന് യോസേപ്പിന് വർത്തമാനം വന്നപ്പോൾ യോസേപ്പ് ഉടനെ ആനന്ദിച്ചില്ല, ഉടനെ തന്റെ മക്കളെയും കൂട്ടി അപ്പനെ കാണാൻ ചെന്നു. വായിച്ചു. നിന്റെ മകൻ യോസേഫ് പിതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചപ്പോ ആരോ ഒരാൾ പറഞ്ഞു, അപ്പച്ച യോസേപ്പ് വരുന്നെന്ന്. യോസേപ്പ് കിടക്കുക, മരിക്കാറായി കിടക്കുക, ക്ഷീണിതനാ, 147 ഉണ്ട്, ജരാനര ബാധിച്ച് കിടക്കുക. എന്റെ ഭാഷ പറഞ്ഞ അനങ്ങാൻ മേല. അപ്പൻ നിവർന്നിങ്ങനെ കിടന്നപ്പോ ആരാണ്ട് എന്ന് പറഞ്ഞു, അപ്പച്ച യോസേപ്പ് വരുന്നെന്ന്. ഞാനിപ്പോ കടത്തി പറയാം, അപ്പച്ച യോസേപ്പും പിള്ളേരും വരുന്നെന്ന്. അവിടെ ഒരു പദമുണ്ട്. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിൽ ചാടി എഴുന്നേറ്റിരുന്നു എന്ന് പറഞ്ഞാൽ യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ എന്റെ ഭാഷയ മൂപ്പിലയുടെ ക്ഷീണമെല്ലാം മാറി, സകല തളർച്ചയും മാറി, സകല കെടുതികളും മാറി, ചാടിയങ്ങ് എഴുന്നേറ്റ് തന്നെത്താൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ ചാടി എഴുന്നേറ്റു. ഇതിനകത്തെ ആത്മീക പാഠം പറയാ, നിനക്ക് രോഗങ്ങൾ കാണും, ക്ഷീണങ്ങൾ കാണും, സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും, ശാരീരിക ബുദ്ധിമുട്ട്, ഷുഗർ കാണും, പ്രഷർ കാണും, കൊളസ്ട്രോൾ കാണും, പല പല ബുദ്ധിമുട്ടുകൾ, കിഡ്നിക്ക് പ്രോബ്ലം കാണും, ഹാർട്ടിന് പ്രോബ്ലം, അങ്ങനെ പലവിധ വിഷയങ്ങൾ കാണും, ഞെരുക്കം കാണും, കാണും, ഒത്തിരി പ്രശ്നങ്ങളില്ല. ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് ഈ വേദിലിരിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർക്കൊക്കെ അനവധി നിരവധി പ്രശ്നങ്ങൾ, ക്ഷീണവും ഭാരവും പ്രയാസവും ഒക്കെ കാണും. പക്ഷേ യോസേപ്പും പിള്ളേരും വരുന്നത് കേൾക്കുമ്പോൾ ക്ഷീണം മാറണം എന്ന് പറഞ്ഞാൽ നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പറ്റി കേൾക്കുമ്പോൾ ക്ഷീണങ്ങൾ മാറണം, തളർച്ച മാറണം, നീ എഴുന്നേൽക്കണം. നമ്മുടെ പ്രത്യാശ യേശുവിന്റെ വീണ്ടും വരവാ. എന്തിനാ യേശു വീണ്ടും വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. ആരാ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവൻ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അധികം താമസിക്കാതെ നല്ല യോസേപ്പാകുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന്. ഇത് കേൾക്കുമ്പോൾ ക്ഷീണമെല്ലാം മാറണം. നമ്മുടെ സകല കച്ചതയും പ്രതികൂലം അന്ന് മാറുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുക. ഈ ദുഃഖവും ദുരിതമൊക്കെ ഇത് വേഗമങ്ങ് തീരും, ഞങ്ങളോ ഇവിടുന്ന് പറന്നു പോകും. അതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. വരുമേ തിരുവായി മാറ്റിഞ്ഞപ്പോൾ വേഗമാകി മയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്ന്. സ്വർഗീയ നാടെന്നു കാണുജലമാകി മതിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ നവയറുജലമാകി വരുന്ന സമയമോർക്കുമ്പോൾ വർദ്ധിച്ചിടും, ഏറി വരും, വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ എന്റെ ഭാഷ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. മൂപ്പില ചാടി അങ്ങ് എഴുന്നേറ്റു, ക്ഷീണമെല്ലാം പോയെന്ന്. സ്തോത്രം. ചിലർക്ക് ഈ ക്ഷീണമില്ലേലും ക്ഷീണം അഭിനയിക്കുന്നവരുണ്ട്. ചില സഹോദരിമാരുണ്ട്, എല്ലാവരും അല്ല, എന്നും അങ്ങ് ഉവ്വാവ. എന്നാന്നറിയോ? വീഡിയോ ചെയ്യാൻ കഴിയല. എല്ലാവരുടെയും കാര്യമല്ല. എന്തോ പറ്റിയമ്മ? എന്നാ പറ്റി? വയ്യേ, എനിക്ക് മുട്ടിന് വേദന, പിന്നെ കൈയുടെ കുഴയ്ക്ക്, അതുകൊണ്ട് പാത്രം കഴുകാൻ.
നടക്കുമ്പോ അങ്ങ് പേശി പേശി ചില പറഞ്ഞത് നടക്കുമ്പോ അങ്ങ് അതെന്നെ ഡോക്ടർ ചാണ്ടി പറഞ്ഞത് ഇയർ ബാലൻസിന്. എന്നിട്ട് ഇത്തള്ളേനെ ആണല്ലോ വീഗാലാൻഡിൽ അതിനായത് ടണലിനകത്തോട്ട് ഇറങ്ങി വരുന്നതള്ള പേശി നടന്നതള്ള കാച്ചട്ട ഇട്ടോണ്ട് കുടലിനകത്തോട്ട് തും. അതിന് കുഴപ്പമില്ല. അതാ എനിക്കതിനും ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല, അതിന് വിളച്ചില്ല. എല്ലാവരുടെയും കാര്യമല്ല, നന്നായിട്ട് അധ്വാനിക്കുന്ന സഹോദരിമാരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലരെ അമ്മായിയമ്മേനെയും അല്ലെ അമ്മയും മറ്റുള്ളവരെയും നന്നായിട്ട് അങ്ങ് ജോലി ചെയ്യിപ്പിക്കും, എന്നും അങ്ങ് ഉവ്വാവ. പിന്നെ ഇച്ചിരി ശുശ്രൂഷയുണ്ട്, ചിലര് എന്തോ ശുശ്രൂഷയുണ്ട്. ഭർത്താവ് പറഞ്ഞു മോളി ഒരു കാപ്പി, പിന്നെ കൂപ്പി ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴാണ് നിങ്ങളൊരു കാപ്പി ഇട്ടേച്ച് എനിക്കൂടെ. അവരുടനെ പോവാ സോസ്പാനുമായിട്ട് കാപ്പി ഇടാം. എന്തിനാടാ ചുമ്മാ? അമ്മയ്ക്ക് അങ്ങ് ശുശ്രൂഷയാണ്. എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞ്. മാന്യമായിട്ട് ജീവിക്കുന്ന മാന്യ സഹോദരിമാര് ധാരാളമുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല, അതിനങ്ങ് എന്നും അങ്ങ് ഉവ്വാവാ. ടൂർ പോകാന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കും. ഞങ്ങൾ കൊടൈക്കനാൽ പോകും. ഞാൻ ഒത്തിരി നാളായി കാണണമെന്ന് ഉദ്ദേശിച്ചു. ഞാൻ അമ്മയ്ക്ക് പേശിയാന്നല്ലോ. എന്നെ എല്ലാം ദൈവം സൗഖ്യമാക്കി. കൊടൈക്കനാലിൽ തിരിച്ചു വരുന്നിടം വരെ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോസേപ്പ് അപ്പനെ കാണാൻ ചെന്നു. ചേടി എഴുന്നേറ്റ് യോസേപ്പും പിള്ളേരും നമ്മുടെ പ്രത്യാശ യേശുവിന്റെ വീണ്ടും വരവാണ്. ഓടിച്ചവസാനിപ്പിക്കാൻ മുമ്പോട്ട് പോകുക. അങ്ങനെ വന്ന് അപ്പൻ ഇങ്ങനെ കട്ടിലേലിരുന്നു. അപ്പന് മോനോട് സംഭാഷിച്ചു. അതാണ് അപ്പൻ മോനോട് പറഞ്ഞ അടുത്ത വാക്യം വായിച്ചു. യാക്കോബ് യോസേഫിനോട് പറഞ്ഞത്, അപ്പൻ മോനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം, മോനെ സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് പണ്ട് എനിക്കൊന്ന് പ്രത്യക്ഷനായി. അപ്പൻ മോനോട് പറയുന്നത് തുടക്കത്തിലെ ദൈവകാര്യമാ പറയുന്നേ. മോനെ സർവശക്തിയുള്ള ദൈവം ഉണ്ടോ? എടാ, കുഞ്ഞുങ്ങളോട് ദൈവകാര്യം പറഞ്ഞു കൊടുക്കണം. മോനെ, നീ മാനസാന്തരപ്പെടണം, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം. നീ ഒരു ബന്ധിക്കോസുകാരനാ, നീ ഒരു ബന്ധിക്കോസുകാരിയാ, നീ ദൈവോഹിതലാ. നമുക്ക് ഈ ലഭിച്ചതെല്ലാം ദൈവം തന്നതാ, നമുക്ക് ഈ തന്നതെല്ലാം ദൈവം തമ്പുരാൻ തന്നതാ. ദൈവിക കാര്യം കൊച്ചുങ്ങളോട് പറയണമെന്ന്. ഇത് ചാകാൻ നേരത്തും കുരുക്കൊപ്പിച്ച എടാ, ഞാൻ ഇനി അധികം നാൾ കാണുകയല്ല, പിന്നെ അവന് വഴി കൊടുക്കരുത്. ആർക്കാ അപ്പച്ച? അപ്പുറത്തെ അവന് എന്നെ കണ്ണടഞ്ഞാലും വഴി കുരുക്കൊപ്പിക്കുക. പിന്നെ എൻ്റെ വല്യപ്പച്ചൻ്റെ അനിയൻ്റെ മോനെ നിങ്ങൾ പെടലി പോയ അവനോട് മിണ്ടരുത്. കുരുക്കൊപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചില തള്ളമാര് പിള്ളേർക്ക് കുരുക്കൊപ്പിക്കും. എടാ, നിന്റെ അപ്പൻ്റെ പെങ്ങളാ, അവളോടെങ്ങാനും മിണ്ടിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഒപ്പിച്ചു കൊടുക്കുക. മനസ്സിലാകാടിയാണോ? കൊള്ളാം, നല്ല പറ്റിയ ആൾക്കാരാ, ഒന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു കാര്യം പറയാം. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കുരുക്കും കുഞ്ഞായ്മയും കുശുമ്പും അല്ല ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. നീ കുഞ്ഞുങ്ങളോട് ദൈവകാര്യം പറഞ്ഞു കൊടുക്കണം. മോനെ, യേശുവാ രക്ഷിതാവ്, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാ രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. നീ മാനസാന്തരപ്പെടണം, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം, നീ ആത്മസ്നാനം പ്രാപിക്കണം, നീ അഭിഷേകത്ത് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അവൻ വിളിയുണ്ടെങ്കിൽ നീ കർത്താവിന്റെ വേല ചെയ്യണം. ഇത് പറഞ്ഞു കൊടുക്കണം. അല്ല ദോഷോപ്പിച്ചു പോവുകയല്ല. അപ്പനെ മോനോട് കണ്ടിട്ട് പറഞ്ഞു, മോനെ സർവശക്തിയുള്ള ദൈവം പണ്ട് കനാൻ നാട്ടിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന്. ഇത് അപ്പൻ മോനോട് പറയുന്നതിന് 100 കൊല്ലം പുറകിലത്തെ കാര്യമാണ്. 100 കൊല്ലം മുമ്പ് നിന്റെ ചേട്ടൻ എൻ്റെ മുമ്പിൽ നിന്ന് പണ്ട് എൻ്റെ ചേട്ടൻ്റെ മുമ്പിൽ നിന്ന് പണ്ട് ഓടി, ഒറ്റ ഓട്ടം. അയ്യോ, ഓടിയ ഓട്ടം ഊപ്പാട് വന്നാ ഓടിയത്. ഒരു ഫാൻസി ഡ്രസ് കഴിഞ്ഞ ഫാൻസി ഡ്രസ് വിജയ് ട്രോഫി ആയിട്ടാ യാക്കോവ്. പിന്നെ യാക്ക പൈസക്കെന്നും പറഞ്ഞൊരു
ട്രോഫിയൊക്കെ കിട്ടിയെങ്കിലും കുടുംബത്തിൽ നിൽക്കാൻ മേല. ഓടുക, ഓടി ഒരു സ്ഥലത്ത് വന്നപ്പം ചേട്ടൻ കൊല്ലാൻ വരിക. അവിടെ കിടന്ന് കുഴഞ്ഞു, അവിടെ കിടന്നുറങ്ങി കഴിഞ്ഞപ്പം തലയണയൊന്നുമില്ല, പഞ്ഞി തലയണ കിടന്ന ഏകപ്പ് നോക്കിയപ്പം ഒരു കല്ല് കിട്ടി, കല്ലെടുത്ത് പക്ഷേ അത് ക്രിസ്തുവാ. സ്തോത്രം. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. പിളർന്നതാ നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാമബലം എനിക്കാനന്ദമേ. പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനെന്ന് കരുതിടുമ്പോൾ തുണയായാലും ഇല്ലെങ്കിലും, ഏകനെന്ന് ഞാൻ കരുതിടുമ്പോൾ തുണയായാലും ഇല്ലെങ്കിലും, തലയിൽ കൽമാത്രം ഇറങ്ങി വരും. ഇന്ന് ചേർന്ന് പാടാം. ഇറങ്ങി വരും നീ കരുതിയിടും. Dirimi kamera.
വേദനിക്കുമ്പോൾ, നീ വിഷമിക്കുമ്പോൾ, നീ ഭാരപ്പെടുമ്പോൾ, ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ പ്രശ്നത്തിന് ഈ രാത്രി യേശു പരിഹാരം തരും. ഇന്ന് രാത്രി ക്രിസ്തുവാ ഇറങ്ങി വരും. ദൂതൻ ഇറങ്ങി വരും, നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഏകാന്തത ഇറങ്ങി വരുന്ന ദൈവം, യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിന് അവൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി വെളിപ്പെടും. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, നിന്റെ കീഴ് ശാശ്വത പൂജമുണ്ട്. അനുഭവിക്കുന്നവരും നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിർമ്മിച്ചവനും നിന്റെ വീടിന്റെ പ്രകാരം എനിക്ക് കുഴപ്പമൊന്നുമില്ല. പണ്ട് കേട്ടിട്ട് CS അപ്പച്ചനെ അന്തിക്ക് പ്രസംഗം തുടങ്ങി, നേരം വെളുത്തിട്ട് നിർത്തിയില്ലെന്നാ. കോഴി തെറ്റിക്കൂവിയതാന്ന് പറഞ്ഞു. ഇന്ന് കോഴിയല്ല, നമ്മൾ പുറകിരുന്ന് കൂവും. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, കോഴി കൂകും നേരത്തോ ഉജസിൽ വരുമോ, കോഴി കൂകും നേരത്തോ ഉജസിൽ വരുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, കോഴി കൂകും നേരത്തോ ഉജസിൽ വരുമോ, കോഴി കൂകും ഉജസിൽ വരുമോ. നരന്മാർ വയലിൽ വേലക്കിരിക്കും, അന്നു രണ്ടു നരന്മാർ വയലിൽ വേലക്കിരിക്കും, ഒന്ന് ദൂതനെടുക്കും തോഴനെ കൈവടിയും, ഒന്ന് ദൂതനെടുക്കും തോഴനെ കൈവടിയും, തിരികല്ലിൽ പൊട്ടിക്കും ഇരുനാരി ജനങ്ങൾ, തിരികല്ലിൽ പൊട്ടിക്കും ഇരുനാരി ജനങ്ങൾ, ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും, മറ്റവളെ വെടിയും. അപ്പൊ ശ്രദ്ധിക്കുക, ഞാന് ഒരല്പസമയം കൂടെ പറഞ്ഞങ്ങ് നിർത്താം, അത് മതി. ഇത് പ്രസംഗം ഇന്ന് നാളെ തീരുകയല്ല. ഞാൻ തുടങ്ങിയതല്ല, ഉള്ളു മുഖവര പറഞ്ഞു വരികയല്ലേ. ഞാൻ പെട്ടെന്ന് നിർത്താം. ഇവര് ദൈവദാസന്മാര് പറയുന്നത് കൊണ്ട് അവരെയും കൂടെ അനുസരിക്കണം. കർത്താവിൻ്റെ മഹത്വം. എനിക്ക് പ്രസംഗിച്ചിട്ടൊന്നും കൊതി തീരുന്നുമില്ല, വചനം പറഞ്ഞിട്ടൊന്നും. വെളുക്കോളം നിന്നാലും എനിക്ക് സന്തോഷമാണ്. സ്തോത്രം, ദൈവോചനമല്ലേ ഇത്. നിങ്ങൾക്ക് മാത്രമല്ല, പറയുമ്പോൾ എനിക്ക് വിടുതല. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം എൻ്റെ വീട്ടിൽ ചെന്നും വിടുതൽ നടത്തും. ഇത് അതിവേഗത്തിലോടുന്ന വചനമാണ്. അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ദേശത്തിൻ്റെ കെട്ടുദൈവം പൊട്ടിക്കും, അന്ധകാരത്തിൻ്റെ കോട്ടകളെ വെട്ടും. അങ്ങനല്ലേ ന്യായാരും നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസരയുമായി സുഗതികൾ പൊരുതി. അന്ന് വൽഗതത്താൽ ശൂരവൽഗതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തെന്ന നാം ഇവിടെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി നക്ഷത്രം പൊരുതുവെന്ന് ദൈവം ദൂതനെ ഇറക്കുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം. ഏതായാലും ഇച്ചിരൂടെ പറഞ്ഞങ്ങ് നിർത്താം. വിജയമൊന്നും തീരുകയില്ല. ബാക്കി കർത്താവ് വരാൻ താമസിച്ച് അടുത്ത കൊല്ലം വല്ല നിങ്ങൾ അടുത്ത വർഷം, ഇതിൻ്റെ ബാക്കി അടുത്ത വർഷം ആയിക്കോട്ടെ. കർത്താവ് ആയുസ് ആരോഗ്യം അനുവദിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് നിർത്തിയേച്ച് നമുക്കങ്ങ് പിരിയാം. അല്ലെ വഴിയിലിട്ടേച്ച് പോയെന്ന് പറയും. ബസ് സ്റ്റോപ്പിൽ ഇറക്കട്ടെ? ബസ് സ്റ്റോപ്പിൽ ഇറക്കുക, അല്ലെ ഇടയ്ക്ക് നിർത്തിയ. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബ് മകനോട് പറയാ, മോനെ, സർവശക്തിയുള്ള ദൈവം പണ്ട് കനാൻ നാട്ടിലെ ലൂസിൽ വെച്ച് എനിക്കൊന്ന് പ്രത്യക്ഷനായി 100 കൊല്ലം മുമ്പ്. അന്ന് എന്നോട് പറഞ്ഞു, യാക്കോബേ, നിന്നെ ഞാൻ സന്താന കുട്ടിയുള്ളവനാക്കി പെരുക്കും. അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കുമെന്ന് യാതൊരു, കല്യാണം കഴിക്കാൻ പോയിട്ട് കഴിക്കാനൊന്നുമില്ലല്ലോ. കഴിച്ചല്ലേ പിന്നെ കല്യാണം കഴിക്കണ്ടേ? കഴിക്കാതെ ക്ഷീണിച്ച് കുറഞ്ഞിരിക്കുന്ന കല്യാണം കഴിച്ചിട്ട് തന്നെ എടുക്കാൻ അവ പൊത്തൊന്ന് താഴെ വിടുകയല്ലേ? ആദ്യം കഴിക്കുകയല്ലേ? കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാൻ. അയ്യോ, ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ലോ പറഞ്ഞ ഈ യാത്രയിൽ എന്നെ കാക്കുക, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം. അപ്പൊ ഭക്ഷിക്കാനില്ല. ഭക്ഷണം കഴിച്ചല്ലേ പിന്നെ കല്യാണം കഴിക്കണേ? ചിന്നമ്മേനെ
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കഴിക്കാനും കുടിക്കാനും പോലും ഒന്നുമില്ല. അതിന്റെ നടുവിലാ ദൈവം പറഞ്ഞ ഞാൻ നിന്നെ സന്താന ബുദ്ധിയുള്ളവനാക്കി പെരുക്കും. എന്തിനേറെ ഞാനധികം വിവരിക്കുന്നില്ല. അപ്പൻ്റെ മോനോട് സംഭാഷിച്ചേച്ച് ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ജേക്കബ് അപ്പൻ മോനോട് ഒരു സാക്ഷ്യം പറഞ്ഞു. പിള്ളേരുടെ ഭാഷയാണ്, പത്രഭാഷയല്ല. ഇപ്പം അത് പത്രത്തിലൊക്കെ വരുന്നുണ്ട്. നല്ല ശുദ്ധമായ ഭാഷയല്ല, പിള്ളേരുടെ ഇപ്പോഴത്തെ ഭാഷയാണ്. ഒരു കിടിലൻ സാക്ഷ്യം. യാക്കോബ് യോസേപ്പിനോടൊരു കിടിലൻ സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം എന്തോ ദൈവരാശി വായിച്ച് 48:11 കിടിലൻ സാക്ഷ്യം. ഇസ്രായേൽ യോസേഫിനോട്, അപ്പനാകുന്ന യാക്കോബ് തന്റെ മകനാകുന്ന യോസേപ്പിനോട് പറയുന്ന സാക്ഷ്യമാ. നിന്റെ മുഖം കാണുമെന്ന് എന്റെ പൊന്നു മകനെ യോസേപ്പേ, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നിന്നെ കാട്ടുമൃഗം പിടിച്ചെന്നും നിന്റെ തുണിയിൽ ആ ചോരയെല്ലാം പുരട്ടി യവന്മാര് കൊണ്ട് തന്നപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു നീ ആയുസ്സിൽ നിന്നെ കാണുകയല്ല, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചു നിർന്നില്ല. പക്ഷേ എന്നാൽ എന്റെ ദൈവം നിന്റെ സന്തതിയെ കൂടെ കാണുവാൻ എനിക്ക് സാവകാശം തന്നു. ഇത് കൂടുതൽ എന്നാ സാക്ഷ്യം പറയാനാ? എടാ, നിന്റെ ചേട്ടന്മാരെല്ലാം കൂടെ സംഘം ചേർന്നേ ഇവന്മാര് വാട്സാപ്പിനകത്തും യൂട്യൂബിനകത്തും പിന്നെ എന്തുവാ കുന്തമെല്ലാം ഉണ്ടല്ലോ, എന്തുവാ വേറെ ഒക്കെ ഉണ്ട്, ബുക്ക്, ഫേസ്ബുക്ക്, കുന്തം. അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരും സൂത്രങ്ങൾ മെനഞ്ഞവരും ഗൂഢാലോചന ചെയ്തവരും നിന്നെ ഒതുക്കാൻ ദൈവദാസന്മാരോട് ദൂതങ്ങ് പറയുകയാ. ലെറ്റർ നിനക്കെതിരെ എഴുതുകയും ആൾക്കാരെ ചട്ടം കെട്ടും ഒപ്പ് ശേഖരിച്ച് നിനക്കെതിരെ തന്ത്രമൊരുക്കുകയും ഉറക്ക വളച്ചിരുന്നമാര് ഫോൺ ചെയ്തതും നിന്നെ മുടിച്ചു കളയുവാൻ, തേച്ച് കളയുവാൻ, കഴുകി കളയുവന്മാര് അവൻ അണിയറകളിൽ തന്ത്രങ്ങൾ മെനഞ്ഞവരാ. നിന്റെ ഒരു തുണി അത് ഓന്മാര് പറിച്ചോട്, ഒരു തുണി ആ തള്ളടയിൽ ഇപ്പൊ ഉണ്ട്. ഏതാ ഈ തുണിയോടാന്നല്ലോ ഇത്ര തള്ളടയിൽ ഒരു തുണി. യോസേപ്പിന് എന്ത് തുണി നഷ്ടം വന്നെന്നറിയാം. അതാ കാണുന്നവനെല്ലാം കയറി തുണിയെ പിടിച്ച് വലിക്കുക. തള്ള ഒരു തുണിയും തുരുട്ടി പിടിച്ച് അവിടെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് തള്ള തുണി ഇങ്ങനെ വീശു. യോസേപ്പിന്റെ ആണ്. അന്നേരം ചേട്ടന്മാരൊരു തുണി എടുത്തോണ്ട് പോയി. ഇവന്മാരെല്ലാം ഈ തുണി പിടിച്ച് വലിച്ചു പോയപ്പോ യോസേപ്പ് ഒന്നും വേണ്ടില്ല. യോസേപ്പിനറിയാം ദൈവം എനിക്ക് വേറൊരു തുണി ഒരുക്കുന്നുണ്ട്. അത് വായിച്ച 41:14 വായിച്ചേ. 41:14 വായിച്ചേ. ഉടനെ ഫറവോൻ ആളയച്ച് യോസേപ്പിനെ വിളിപ്പിച്ചു. പിന്നെ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിപ്പിച്ച് പിന്നെ വസ്ത്രം മാറി. ഉണ്ടോ എന്റെ തള്ളയുടെ ഇരിക്കുന്നത് പന്ന തുണിയല്ലിത്, ഇത് പറവം കൊടുത്ത തുണിയാ. നീ വടം തുണിയായിട്ട് ചുമ്മാ ഹോത്തലെ കൂടെ എല്ലാം നടക്കുക. പിന്നെ തുണി എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു. ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന കണ്ടോ? അടിച്ച് തിരിച്ച് ദൈവം കൊണ്ടുവന്ന് പറവോന് സ്വപ്നം കൊടുത്തേച്ച്, പറവോനെ ദൈവം അങ്ങോട്ട് ഉത്സാഹിപ്പിച്ചേച്ച് ആർക്കും കൊടുക്കാത്ത വസ്ത്രമായി യോസേപ്പിനെ കൊണ്ട് നേർമയുള്ള അങ്കി വൈര് അവർ യോസേപ്പിനെ കുണ്ടറയിൽ നിന്ന് വേഗത്തിൽ കയറ്റി അവൻ ക്ഷൗരം ചെയ്യിപ്പിച്ച് അവൻ കിടന്ന വടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. പക്ഷേ ഈ താടി വെക്കുന്നവരെ ഞായറാഴ്ചയെങ്കിലും കുറച്ച് വൃത്തിയാക്കണം. നിന്റെ കൂറ താടിയായിട്ട് വന്ന് കർത്തൃമേശക്കകത്ത് മുക്കുക. താടി വെക്കരുതെന്നൊന്നും മരത്തിൽ വെക്കുന്നവർ ഞായറാഴ്ച എഴുന്നേറ്റ് ഇവിടെയൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ല. ചിലതിനൊക്കെ കണ്ട വെള്ളം കുടിക്കുകയല്ല. അതൊക്കെ നന്നായിരിക്കുന്നു. അങ്ങനെ വേണം. തുണിയും കഴുകുകയില്ല, വീടും വൃത്തിയില്ല, പല്ലും തേക്കുകയല്ല. എന്നാ നാറ്റമാണെന്നറിയോ? കർത്തൃമേ ചുമ്മനം തരാൻ വരുമ്പോ കെടുമ്പ് നാറ്റം. എടാ 2 ഏലക്കാവായിലിടേ, ഇല്ലേ നല്ല ജീരകം കിട്ടും, ഇല്ലേ കറുവാപ്പട്ട. പെമ്പളയോട് പറ, ഇടി ഇറച്ചി വെക്കണ്ട, കറുവാപ്പട്ട 2 എണ്ണം. എന്നിട്ട് മുട്ടനാട് ഇടിക്കാൻ വരുമ്പോൾ ചുമ്മനത്തിന് വരിക. കിടന്ന കിടപ്പിലല്ലെന്ന് അവനെ ക്ഷൗരം ചെയ്യിപ്പിച്ചെന്ന്. ഒന്നുകൂടെ വായിച്ചാ ദൈവദാസി. അവൻ ക്ഷൗരം ചെയ്യിപ്പിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. പുതിയ വസ്ത്രം കൊടുത്തു. നീ താഴ്മയോടിരുന്നാൽ, വിനയത്തോടിരുന്നാൽ, പ്രാർത്ഥിച്ചിരുന്നാൽ
ആമ ചേട്ടന്മാര് നിന്റെ തുണി കൊണ്ടുപോട്ടെ, തള്ളച്ചിയും തുണി എടുത്തോണ്ട് ഓടട്ടെ. പക്ഷെ സമയമാകുമ്പോൾ നിനക്ക് മെച്ചപ്പെട്ടൊരു തുണി ദൈവം ഒരുക്കുന്നുണ്ട്. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടക്കാനവണ്ണം തുറക്കുകയും ആരും തുറക്കാനവണ്ണം അടക്കുകയും ദാവീദിന്റെ താക്കോലുള്ള യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്കും ഇങ്ങനെ സാക്ഷ്യം പറയാൻ പലർക്കും ഉണ്ട്. അയ്യോ, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ നല്ല വീട്ടിൽ കിടക്കുമെന്ന് ഓർത്തതാണോ? ആണോ? ആനവായം വരാ ചാണകം ഇട്ട് മെഴുകിയത് അറിയും. കട്ടിലുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ, ആകെ കൂടെ ഒരു കട്ടില്, അത് വല്യപ്പം കിടക്കുക, ഇടയ്ക്ക് കിടന്ന് ചുമക്കുകയും. ആകെ ഒരു കട്ടില, അത് സിംഗിൾ കട്ടില. അപ്പൊ ഇങ്ങോട്ട് കിടക്കുമ്പം കിറാന്നൊരു ശബ്ദം, നമ്മുടെ ഉറക്കം പോയി. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങുമ്പം കിറന്ന് വേറൊരു ശബ്ദം. ഞാൻ തമാശ പറഞ്ഞതല്ല, അല്ലല്ല. എവിടെ എല്ലാവർക്കും കട്ടില്? 8-10 പിള്ളേരുണ്ട്. പിന്നെ പഴയ അമ്മമാര് ചെയ്യും ചിക്കുവാ. ഇവിടെ പനമ്പ, കുട്ടനാട്ടിലൊക്കെ ചിക്കുവായ താഴെ കൊണ്ട് നെയ്യും. ചിക്കുവാ തെറുത്ത് വെച്ചിട്ടുണ്ട്. അത്താഴൂണ് കഴിഞ്ഞ് വെച്ച് ആനവായം വരികയില്ല, ഇതുപോലെ ആള് പാ എങ്ങോട്ട് അങ്ങ് നിവർക്കും. പാ തെറുത്ത് അങ്ങോട്ട് നിവർത്ത് വരുമ്പോൾ ചുരുട്ടി വെച്ചത് കൊണ്ട് നിവർത്ത് വരുമ്പോൾ ഉരുണ്ട് വരും. ഉരുണ്ട് വരാതിരിക്കാൻ ഉറങ്ങിയ കൊച്ചിനെ ആദ്യം അവിടെ ഇടും. ഉറങ്ങിയതിനെ എടുത്ത് ഇപ്പൊ പിന്നെ അങ്ങോട്ട് ഉരുണ്ട് വരികയല്ലോ. പിന്നെ ഓരോന്ന് കയറി. ഇതെല്ലാവർക്കും ഒന്നും മനസ്സിലാകില്ല, അനുഭവിച്ചവർ ഇതിനകത്ത് കാണും. ഇതിനകത്തുണ്ട്. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയില്ലേ? ഇപ്പൊ നിനക്ക് ബെഡ്റൂം തന്നില്ലേ? കുഞ്ഞുങ്ങൾക്ക് ബെഡ്റൂം തന്നില്ലേ? ഇപ്പൊ കട്ടിലുണ്ട് കിടക്കാൻ ആള്. അതുകൊണ്ട് പകൽ അപ്പുറത്തെ കട്ടിലേക്ക് കിടന്ന്, രാത്രി പോയി ഇപ്പുറത്തെ കട്ടിലേക്ക് കിടന്ന്, പിന്നെ ചുമ്മാ ഇരുന്നില്ല, കിടപ്പ് തന്നെ ആന്നല്ലേ ഇപ്പൊ. ദൈവത്തിന്റെ മഹത്വം. നിനക്ക് നല്ല സാരി ഉണ്ടായിരുന്നോ നേരത്തെ? നീ കൊതിച്ചിട്ടില്ലേ ഓരോരുത്തരും എടുത്തോണ്ട് പോകുമ്പം? ഇപ്പൊ നിനക്ക് തരാതരത്തിന് എത്ര ദൈവം തന്ന്? ഓർത്തോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. പണ്ടൊരു കോഴിക്കറി കൂട്ടണമെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വരണം, ഇല്ലേമേ? അമ്മയുടെ അനിയത്തിയോ അപ്പന്റെ പെങ്ങൾ വന്നാൽ കോഴിയൊന്നും കണ്ടിക്കല്ല. അത് അങ്ങനെ ഭർത്താവിന്റെ പെങ്ങൾ വന്ന പിന്നെ അവളെ കോഴി. അമ്മമ്മയുടെ അനിയത്തി വരികയാണെങ്കിൽ പിന്നെ കോഴിയെ പിടിച്ചോണ്ട് പോവാ, സൂസൻ വന്നിട്ടുണ്ട്. അവൻ കോഴിയുടെ പുറകെ ഓടി ഊപ്പാട് വന്ന കട്ടയ്ക്കും കല്ലിന് ഓടി പ്രാണം തല്ലി ഓടുകല്ലേ. എന്നാലും ഒരു കോഴിക്കറി കൂട്ടാനുള്ള ആഗ്രഹത്തിൽ ഇവനും ഓടി. അവസാനം കോഴി പദം വന്ന് റബ്ബർ ഇടയ്ക്കിടയ്ക്ക് പമ്മി കോഴിയെ പിടിച്ചോണ്ടുള്ള വരവൊക്കെ കാണണം, ഇല്ലേ? പിന്നെ വരവൊക്കെ വേൾഡ് കപ്പായിട്ട് വരുന്ന പോലെ കോഴിയുടെ ഒരു കോഴിക്കറി കൂട്ടാനാ. അപ്പൊ തന്നെ അമ്മ വെള്ളം തിളപ്പിച്ചിട്ട്, പഴയ രീതിയാണ് ഞാനീ പറയുന്നത്, വെള്ളം തിളപ്പിച്ചിട്ടും കോഴി അങ്ങോട്ട് ഒന്ന് കണ്ടിച്ചേച്ചേ മുക്കും. നമ്മളിവിടെ കൂടിയിരുന്നതിന്റെ തൂവലെല്ലാം പറിച്ചു കളയും. ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. കല്ലേ വെച്ചാ പച്ചമല്ലി അരയ്ക്കുന്ന കല്ല്, അങ്ങനല്ലേ അമ്മേ? പിന്നെ ഒഴിയെ പിടിക്കുമ്പോഴേ മല്ലി വെള്ളത്തിൽ ഇടുമല്ലോ. പിന്നെ നിന്നങ്ങ് ഇപ്പൊ ആരാ കല്ലേ വെച്ച് പച്ചമല്ലി അരയ്ക്കുന്നത്? ഇഷ്ടം പോലെ പൊടികളാ. പച്ചമല്ലി ഒന്നും എന്നിട്ട് പച്ചമല്ലി അരക്കുകയല്ല, കല്ലേ വെച്ച് അരകല്ലും പിള്ളേരുടെ താറ്റിക്കളഞ്ഞു. എന്നുവെച്ച് വെളുപ്പിനെ പെമ്പളയും മാമ്പളം കൂടെ നടക്കുക, പെരുമ്പെട്ടി നത്തിയാൽ വരെ. അയാളുടെ കയ്യിലൊരു കുറുവടി, തള്ള ഒരു സ്ക്രാപ്പും കെട്ടി പമ്മി നടക്കുക. നീ ആ കല്ലേ വെച്ച് മല്ലി അരക്കുകയായിരുന്നേ ഈ കൊച്ചുവളപ്പാൻ കാലത്ത്? പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയാ. അപ്പൊ അത് കല്ലേ വെച്ച് അരച്ചേ അമ്മ കറി വെക്കും. ഈ പരാധീനതയുള്ള സമയമാണെങ്കിലേ എല്ലാവർക്കും ഒന്നും യഥേഷ്ടം കിട്ടുകയില്ല. ഒരു കഷണം, 2 കിഴങ്ങിന്റെ കഷണവും. കിഴങ്ങ് 4ആയിട്ട് പൊളന്നിടും. അമ്മ ബുദ്ധിയുള്ള അമ്മയാണ്. ഒരു കഷണവും 2 കിഴങ്ങിന്റെ കഷണവും. ആ പീലീസിനകത്ത്, പണ്ട് പീലീസാ, ഇവിടെ അങ്ങനെയാണോ പറയുന്നത്? പീലീസ് സോസറൊക്കെ ഇപ്പോഴല്ലേ ആട്ടെ അതിനകത്ത്. പിന്നെ അത് ചോറുമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ആൺപിള്ളേര് പിന്നെ ഇങ്ങനെ തൊട്ടുനാക്കിയിരിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും, ചിലപ്പോൾ അമ്മയുടെ വീതം ഒരു കഷണം മോന് തരും. ഇപ്പോഴോ? ഇപ്പൊ കൊച്ചുങ്ങളുടെ കയ്യിൽ ഒരു കോഴിയായിരിക്കുന്നത്. ഒരു കോഴി അവന്റെ കൈ. പണ്ട് ഒരു കോഴി കൊണ്ട് 15 പേരാ, അല്ലേ? അയ്യോ പിള്ള. ഇപ്പൊ അവൻ്റെ തന്നെ ഒരു കോഴി, അവനൊരു കോഴിയെ കടിച്ച് മേത്താനത്ത് നിൽക്കുക, കടിച്ച് കുടയുക. ആട്ടെ, ഞാൻ കുറ്റമല്ലി പറഞ്ഞത്. ദൈവം നിനക്ക് വഴിയൊരുക്കി തന്നു.
നീ അർഹിക്കാത്ത നന്മകൾ ദൈവം നിനക്ക് നൽകി. എത്ര നന്മകള്. ഒരു സൈക്കിൾ പോലും നിനക്കില്ലായിരുന്നു. ഇപ്പൊ നിന്റെ വീട്ടിൽ ഒരു കാറ് പുതപ്പിച്ചിട്ടിരിക്കുക, വല്ലപ്പോഴും കയറിയ നിരപ്പിക്കും. ആട്ടെ, ദൈവം തന്നില്ലേ നന്മ? യാക്കോ പറയാ, മോനെ നിന്റെ മുഖം കാണുമെന്ന് പോലും കരുതിയതല്ല എൻ്റെ ദൈവം വിശ്വസ്തൻ, നിന്റെ സന്തതിയും കൂടെ കാണുവാൻ ദൈവം സംഗതി വരുത്തി. ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകൾക്ക് സ്തോത്രം പറ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നാക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പ്രസംഗം ഇന്നിവിടെ നിർത്തുക. ഇതിന്റെ മുഖവരേ ഉള്ളു. ബഹുമാന്യപ്പെട്ട കർത്തദാസൻ പറഞ്ഞ പോലെ കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം അവസരം തന്നാൽ ഇവിടുന്നായിരിക്കും അടുത്ത പ്രാവശ്യം തുടങ്ങുന്നത്. അത് മതി. ഇത് എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണം. സ്തോത്രം. ഇവിടുന്നായിരിക്കും അടുത്ത പ്രാവശ്യം ദൈവം അനുവദിച്ചാൽ തുടങ്ങുന്നത്. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവം നിനക്ക് നന്മ തന്നു, ദൈവം നിനക്ക് ആയുസ് നൽകി, ദൈവം നിനക്ക് ആരോഗ്യം നൽകി, ദൈവം നിനക്ക് കൃപ നൽകി. നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പഴയ പാട്ടിന്റെ 2 ചരണം കൈ അടിച്ചൊന്ന് പാടിക്ക്. എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ നിങ്ങളോട് പറത്തിലിരുന്നുകൊണ്ട് പാടിയാൽ മതി. സ്റ്റേജിൽ നിൽക്കുന്ന കർത്തദാസന്മാർ ഒന്ന് എഴുന്നേറ്റു. നിങ്ങൾ എഴുന്നേക്കണ്ട, കാരണം എഴുന്നേക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകും. ഏതായാലും ഇതുവരെ സഹിച്ചതല്ലേ. അത്യാവശ്യം പോകേണ്ടവർക്ക് പോകാം. അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരാ പോകുന്നെന്ന്. പിന്നെ ഒടുവിൽ നമുക്ക് ആശീർവാദത്തോടെ വരിക. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ. കാത്ത് കൃപയീൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ, കാത്തു കൃപയീൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൈയടിമണി പോലെ. ഓ കലങ്ങി ഉള്ളം നീറും നേരം, കലങ്ങി ഉള്ളം നീറും നേരം, അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയും ഉള്ള മിന്നേര നിറയും നേർന്ന് കൈയടിച്ച് ഉള്ള. ഓ മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയും ഉള്ള മിന്നേരം നിറയാലോ. നമ്മതൻ കുഞ്ഞിനെ മറത്തുകിൽ ഒരു നാളും നീ എന്നെ മറന്നാലോ. ഓരമ്മതൻ കുഞ്ഞിനെ മറത്തുകിൽ ഒരു നാളും നീ എന്നെ വഹിച്ചല്ലോ.